So, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആറാമത്തെ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് എ കർവ് ഓഫ് ഫിക്സഡ് പെരിമീറ്റർ വിച്ച് എൻക്ലോസസ് മാക്സിമം ഏരിയ. നമുക്ക് ഫിക്സഡ് പെരിമീറ്റർ ഉള്ള ഒരു കർവ് കണ്ടുപിടിക്കണം. മാക്സിമം ഏരിയ അത് എൻക്ലോസ് ചെയ്യുകയും വേണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് ദിസ് ഈസ് ആൻ ഐസോപെരിമെട്രിക് പ്രോബ്ലം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോർമുലാസ് എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതണം. ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ഇന്റഗ്രേഷൻ സിംപ്ലി. സോ ഏരിയ എൻക്ലോസ്ഡ് ബൈ y of x. ഇപ്പോൾ y of x എന്ന് പറയുന്ന ഒരു കർവ്, ആ കർവ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഇന്റഗ്രേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സോ i ഈസ് ഈക്വൽ ടു, ഇന്റഗ്രേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് i എന്നുള്ള പേരിട്ട് വിളിക്കാം. i ഈസ് ഈക്വൽ ടു, നമുക്ക് ഫ്രം എവിടം തൊട്ട് എവിടം വരെ എടുക്കണം? ഫ്രം x1 y1 ടു x2 y2. ഫ്രം x1 y1 ഒരു കോർഡിനേറ്റ് ആണ്, ടു x2 y2. നമുക്കൊരു ലിമിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോർഡിനേറ്റ് ചൂസ് ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇന്റഗ്രൽ x1 ടു x2 y dx. ഇത് നമ്മൾ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോർമുല തന്നെയാണ് ഇന്റഗ്രൽ. കാരണം ഇവിടെ y dx ആയതുകൊണ്ടാണ് ലിമിറ്റ് നമ്മൾ x1 ടു x2 ചൂസ് ചെയ്തത്. സോ അതേപോലെ തന്നെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമുല, അത് എവിടെ തൊട്ട് എവിടെ വരെ തന്നെയാണ്? ഫ്രം x1 y1 ടു x2 y2. x1 y1 മുതൽ x2 y2 വരെ തന്നെയാണ് നമ്മൾ അത് എടുക്കുന്നത്. അത് നമ്മൾ ഇന്റഗ്രേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫോർമുല വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഫോർമുലയാണ്. ഇന്റഗ്രേഷൻ തന്നെയാണ് x1 ടു x2 റൂട്ട് 1 പ്ലസ് y dash square dx. This is the standard formula used to calculate perimeter. I is equal to integral x1 to x2 root of 1 plus y dash square dx. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഫിക്സഡ് പെരിമീറ്റർ എന്നുള്ള ഒരു വാക്ക് ക്വസ്റ്റ്യനിലുണ്ട്. ഫിക്സഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ നമുക്ക് എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യാം? കോൺസ്റ്റന്റ് അഥവാ CU ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. Now the question is converted into an isoperimetric problem. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആദ്യമേ തന്നെ ഒരു ഇന്റഗ്രൽ ഉണ്ട്, രണ്ടാമതൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു f of x y y dash ഉണ്ട്, ഫംഗ്ഷൻ ഓഫ് x y y dash, അതിനെ നമ്മൾ g എന്നുള്ള പേരിട്ട് വിളിക്കണം. ഇവിടെയും ഒരു f of x y y dash ഉണ്ട്, അതിനെ നമ്മൾ ആദ്യമത്തെ ഫംഗ്ഷനെ f എന്നുള്ള പേരിട്ട് വിളിക്കണം, രണ്ടാമത്തെ ഫംഗ്ഷനെ g എന്നുള്ള പേരിട്ട് വിളിക്കണം. h is equal to f plus lambda g എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റിയതിനു ശേഷം ആ h y യെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ x നെ ആണോ y ആണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കണം. x നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ഒരു യൂളേഴ്സ് ഫോർമുല, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരു യൂളേഴ്സ് ഫോർമുല. അതാണ് ഐസോപെരിമെട്രിക് ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതണം? ഇവിടുത്തെ f of x y y dash നമ്മൾ എഴുതണം. f of x y y dash എന്ന് പറയുന്നത് എന്താണ്? y തന്നെയാണ്. നെക്സ്റ്റ് g of x y y dash എഴുതണം. g of x y y dash എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ മെയിൻ ഫംഗ്ഷൻ റൂട്ട് ഓഫ് 1 പ്ലസ് y dash സ്ക്വയർ, റൂട്ട് 1 പ്ലസ് y dash സ്ക്വയർ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ h എഴുതണം. h ന്റെ ഫോർമുല എന്താണ്? ഇത് പ്രൊസീജിയർ ആണ്, ആ സ്റ്റെപ്സ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. h is equal to f plus lambda g. So h is equal to f എന്ന് പറയുന്നത് എന്താണ്? y പ്ലസ് ലാംഡ ഇൻറ്റു g എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 1 പ്ലസ് y dash സ്ക്വയർ. സോ നമുക്ക് കിട്ടിയ h-നകത്ത് x ഉണ്ടോ നോക്കണം. x ഇല്ല. x ഇല്ലെങ്കിൽ റെഡ്യൂസ്ഡ് യൂളേഴ്സ് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് യൂളേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് h മൈനസ് y dash ഇൻറ്റു ഡോ h ഡിവൈഡഡ് ബൈ ഡോ y dash is equal to 0 അല്ല c. ഈക്വൽ ടു എന്താണ്? c. ഈ ഒരു ഫോർമുല നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. റെഡ്യൂസ്ഡ് ആയിട്ടുള്ള യൂളേഴ്സ് ഫോർമുല h മൈനസ് y dash ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് h വിത്ത് റെസ്പെക്ട് ടു y dash is equal to a constant. സോ അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. അതിനുവേണ്ടി ഡോ h ബൈ ഡോ y dash നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഡോ h ബൈ ഡോ y dash നമ്മുടെ കയ്യിൽ വേണം. നമുക്ക് ആദ്യമേ ഇതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഡോ h ഡിവൈഡഡ് ബൈ ഡോ y dash, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് h വിത്ത് റെസ്പെക്ട് ടു y dash. ഇവിടെ y dash ഇല്ല, അതിന്റെ ഡെറിവേറ്റീവ് അതുകൊണ്ട് എന്തായി പോയി? 0 ആയി പോയി. h നമ്മുടെ കയ്യിലുണ്ട്, പാർഷ്യൽ ആയിട്ട് y dash വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ലാംഡ കോൺസ്റ്റന്റ്, റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട്, അകത്ത് കിടക്കുന്ന ആള് 1 പ്ലസ് y dash സ്ക്വയർ ഇൻറ്റു അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ 1ന്റെ ഡെറിവേറ്റീവ് 0, y dash സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2 ഇൻറ്റു y dash വരും അല്ലെ. y dash സ്ക്വയർ ഡെറിവേറ്റീവ് 2 ഇൻറ്റു y dash, x സ്ക്വയർ ഡെറിവേറ്റീവ് 2x. അതുപോലെ തന്നെ 2 കട്ടായി പോയാൽ ബാക്കി എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു y dash ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് y dash സ്ക്വയർ, ലാംഡ ഇൻറ്റു y dash ബൈ റൂട്ട് 1 പ്ലസ് y dash സ്ക്വയർ. ഇനി ഇത് നമ്മൾ നമ്മുടെ ഈ മെയിൻ ആയിട്ടുള്ള ഈക്വേഷനിലോട്ട് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു.
h മൈനസ് വൈ ഡാഷ് ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ വൈ ഡാഷ് ഈക്വൽ ടു സി. അപ്പൊ എന്ത് വരും? h മൈനസ് വൈ ഡാഷ് ഇൻറ്റു h. ഇനി എല്ലാത്തിനും വാല്യൂസ് കൊടുക്കാം നമുക്ക്. h ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? y പ്ലസ് ലാംഡ ഇൻറ്റു റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ മൈനസ് വൈ ഡാഷ് ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ വൈ ഡാഷിന് പകരം നമ്മൾ ആളെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ലാംഡ ഇൻറ്റു വൈ ഡാഷ് ബൈ റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ. ലാംഡ ഇൻറ്റു വൈ ഡാഷ് ബൈ റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ഈക്വൽ ടു എന്തുണ്ട്? സി. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ കൊണ്ട് ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒന്ന് സിംപ്ലിഫൈഡ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടി. സോ അപ്പൊ എന്ത് വരും? y ഇൻറ്റു റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ പ്ലസ് ലാംഡ ഇൻറ്റു റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ഇൻറ്റു റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ വെറും 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ആവും. മൈനസ് ലാംഡ ഇൻറ്റു വൈ ഡാഷ് എന്ത് വരും? വൈ ഡാഷ് സ്ക്വയർ ഈക്വൽ ത്രൂ ഔട്ട് ആയിരുന്നു മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു. ഇത്രയും സ്റ്റെപ്സ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരാൾ ക്യാൻസൽ ആയി പോകാണ്ട് ലാംഡ വൈ ഡാഷ് സ്ക്വയർ ക്യാൻസൽ. സോ അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ബാക്കി നമുക്ക് ചെയ്ത് നോക്കാം. സോ അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? y ഇൻറ്റു റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ y ഇൻറ്റു റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ പ്ലസ് ലാംഡ. ഇവിടെ രണ്ടുപേര് കട്ടായി പോയി. ഈക്വൽ ടു എന്തുണ്ട്? c ഇൻറ്റു റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ഉണ്ട്, ഇവിടെ റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ഉണ്ട്. രണ്ടുപേരെയും കോമൺ എടുക്കാനായിട്ട് ഒരുമിച്ചാക്കുന്നു. y ഇൻറ്റു റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ മൈനസ് c ഇൻറ്റു റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ഈക്വൽ ടു ഇവിടെ ഒരു പ്ലസ് ലാംഡ ഉണ്ട്, അത് അപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് ലാംഡ ആവും. ഒരു പ്ലസ് ലാംഡ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു, അവനെ അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് ലാംഡ ആയി. ഈ രണ്ട് ടേംസിൽ നിന്നും നമുക്ക് എന്ത് പുറത്തെടുക്കാൻ പറ്റും? y മൈനസ് സി ഒറ്റയ്ക്കാക്കിയിട്ടാൽ റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമൺ എടുത്ത് പുറത്തിടാൻ പറ്റും. ശരിയാണോ നോക്കിയേ? സംശയം ഉണ്ടെങ്കിൽ തിരിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് തന്നെ കിട്ടുന്നുണ്ടല്ലോ. y ഇൻറ്റു റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ മൈനസ് സി ഇൻറ്റു റൂട്ട് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ. സോ വൈ ഡാഷിന് സ്ക്വയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ മൈനസ് കളയാനായിട്ട് സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുന്നു. സോ y മൈനസ് സിയുടെ സ്ക്വയർ ഇൻറ്റു ഇവിടെ റൂട്ട് ഉള്ളതുകൊണ്ട് സ്ക്വയർ ചെയ്യുമ്പോൾ ആ സ്ക്വയർ റൂട്ടോടെ ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ട്? 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ഈക്വൽ ടു മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആവും. ലാംഡയുടെ സ്ക്വയർ എന്താണ്? ലാംഡ സ്ക്വയർ. സോ y മൈനസ് സി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ഈക്വൽ ടു ലാംഡ സ്ക്വയർ. ഈ സ്റ്റെപ്പിൽ നിന്ന് കിട്ടും 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ ഇൻറ്റു ചെയ്ത ആൾ നേരെ താഴോട്ട് വരും y മൈനസ് സി സ്ക്വയർ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 1 അപ്പുറത്തോണ്ട് മൈനസ് ചെയ്യണം. y ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ y മൈനസ് സി സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു ക്രോസ് ചെയ്യുമ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് y മൈനസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ y മൈനസ് സി സ്ക്വയർ. സോ y ഡാഷ് സ്ക്വയർ ആണ്, അവിടുന്ന് y ഡാഷ് മാത്രം ആക്കുമ്പോൾ സ്ക്വയർ അപ്പുറത്ത് പോയി റൂട്ട് ആകും. ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് ആ റൂട്ടൂടെ ക്യാൻസൽ ആയി പോയി y മൈനസ് സി മാത്രമാകും. ന്യൂമറേറ്ററിന് സെപ്പറേറ്റ് റൂട്ട് നമ്മൾ ഇടേണ്ടി വരും. റൂട്ട് ലാംഡ സ്ക്വയർ മൈനസ് y മൈനസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ y മൈനസ് സി. കാരണം ഇവിടെ റൂട്ട് ഉള്ള ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് റൂട്ട് വരുമ്പോൾ ക്യാൻസൽ ആയി പോകും. സോ ഇതാണ് y ഡാഷ്. y ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? dy by dx. നമുക്ക് എല്ലാവർക്കും അറിയാം dy by dx is equal to റൂട്ട് ലാംഡ സ്ക്വയർ മൈനസ് y മൈനസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ y മൈനസ് സി. ഇത് നമുക്ക് ഇംപ്ലിസിറ്റിന്റെ രീതിയിലേക്ക്, ഇംപ്ലിസിറ്റ് അല്ല സോറി വേരിയബിൾ സെപ്പറബിളിന്റെ രീതിയിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാവുന്ന സംഭവമാണ്. x ഉള്ളവരെല്ലാം ഒരുമിച്ച് y ഉള്ളവരെല്ലാം ഒരുമിച്ച് ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ആൻഡ് വി ക്യാൻ ഗെറ്റ് ദ സൊല്യൂഷൻ. നമുക്ക് നേരെ ആ സൊല്യൂഷനിലേക്ക് പോകാം. സോ അപ്പൊ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇവിടെ എല്ലായിടത്തും y കാണുന്നുണ്ട്, അവരെല്ലാം ലെഫ്റ്റിലോട്ട് കൊണ്ടുവരണം. ഇവിടെ ഒരു ബൈ dx ഉണ്ട്, അയാളെ റൈറ്റിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ x എല്ലാം ഒരു സൈഡിലും y എല്ലാം ഒരു സൈഡിലും ആവും. സോ ഈ y മൈനസ് സി ലെഫ്റ്റിലേക്ക് വന്നു, ഈ റൂട്ട് ഉള്ള ടൈം നേരെ താഴോട്ട് വരും, ഡിവൈഡഡ് ബൈ റൂട്ട് ലാംഡ സ്ക്വയർ മൈനസ് y മൈനസ് സി സ്ക്വയർ ഇൻറ്റു ഡി വൈ ലെഫ്റ്റിലുണ്ട് ഈക്വൽ ടു ഈ ബൈ ഡി എക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് y മൈനസ് സി ഇങ്ങോട്ട് ക്രോസ് ചെയ്തു, റൂട്ട് ലാംഡ സ്ക്വയർ മൈനസ് y മൈനസ് സി സ്ക്വയർ താഴോട്ട് വന്നു, ബൈ ഡി എക്സ് അങ്ങോട്ട് പോയി. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പം y എല്ലാം ഒരു സൈഡിലും x എല്ലാം ഒരു സൈഡിലും ആയി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ടു ഗെറ്റ് ദ സൊല്യൂഷൻ. സോ ഇവിടെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യണം. ഈ ലാംഡ സ്ക്വയർ മൈനസ് y മൈനസ് സി ലാംഡ സ്ക്വയർ മൈനസ് y മൈനസ് സി ഹോൾ സ്ക്വയറിന് പകരം k എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുന്നു. Then differentiating throughout with respect to y. കാരണം വേരിയബിൾ y ആണ്. ലാംഡ സ്ക്വയർ ഡെറിവേറ്റീവ് 0 മൈനസ് സ്ക്വയർ ഉള്ളതുകൊണ്ട് 2x വരും. 2 into y minus c into dy y minus c into dy is equal to minus dk divided by 2 എന്ന് കിട്ടും.
സോ ഇന്റഗ്രൽ y മൈനസ് സി ഇൻറ്റു ഡി വൈ എന്ന് പറയുന്നത് എന്താണ്? -1/2 into dk divided by root k is equal to x plus c. So -1/2 into denominator derivative numerator denominator root ഉണ്ടെങ്കിൽ ആൻസർ 2 into denominator 2 into root k is equal to x plus c. 2 to cancel, അവിടുന്ന് minus root k equal to x plus c എന്ന് കിട്ടും. സോ സ്ക്വയർ ചെയ്യുമ്പോൾ x plus c യുടെ സ്ക്വയർ എന്ന് പറയുന്നത് k എന്ന് കിട്ടും. സോ എക്സ് പ്ലസ് സിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് k എന്ന് പറയുന്നത് എന്താണ്? k is equal to ലാംഡ സ്ക്വയർ മൈനസ് y മൈനസ് സി സ്ക്വയർ. ഇതിപ്പുറത്ത് എടുക്കുമ്പോൾ എക്സ് പ്ലസ് സി സ്ക്വയർ പ്ലസ് y മൈനസ് സി സ്ക്വയർ is equal to ലാംഡ സ്ക്വയർ is a സർക്കിൾ എന്ന് നമുക്ക് കിട്ടും. സർക്കിൾ ഓഫ് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ലാംഡ. സർക്കിൾ ഓഫ് റേഡിയസ് ലാംഡ. സോ അപ്പൊ നമ്മുടെ കർവ് എന്ന് പറയുന്നത് ഏരിയ മാക്സിമം കിട്ടുന്ന രീതിയിൽ പെരിമീറ്റർ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലെ കർവ് എന്ന് പറയുന്നത് സർക്കിൾ ആണ്. എക്സ് പ്ലസ് സി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സി ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു ലാംഡ സ്ക്വയർ. റേഡിയസ് എന്തായിരിക്കും? ലാംഡ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാണ്. ഇത് ബെസൽ ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് j മൈനസ് n ഓഫ് എക്സ് ഈക്വൽ ടു -1/n ഇൻറ്റു jn ഓഫ് എക്സ്. സോ അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ബെസൽ ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്തിന്റെയാണ്? jn ഓഫ് എക്സിന്റെ ഇക്വേഷൻ ആണ് അല്ലെ. സോ അപ്പൊ jn ഓഫ് എക്സിന്റെ ഫോർമുല എന്താണ്? jn ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ k is equal to 0 to infinity -1/k divided by k factorial into gamma n plus k plus 1 into x by 2 raised to n plus 2k. അപ്പോൾ ഇതാണ് ബെസൽ ഫംഗ്ഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. സിഗ്മ k is equal to 0 to infinity -1/k divided by k factorial into gamma n plus k plus 1 into x by 2 raised to n plus 2k. സോ നമുക്ക് ഇത് പ്രൂവ് ചെയ്തെടുക്കണം. j മൈനസ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ഞാൻ j n ഓഫ് എക്സിന്റെ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. j മൈനസ് എൻ ഓഫ് എക്സ് ആണ് നമ്മുടെ LHS. അത് ചെയ്ത് നമ്മൾ RHS ലേക്ക് വരണം. സോ LHS നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? j മൈനസ് എൻ ഓഫ് എക്സ് ആണ്. j n ഓഫ് എക്സിന്റെ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്ത് n മാറ്റി മൈനസ് n ആക്കി എന്ത് കിട്ടും? j മൈനസ് എൻ ഓഫ് എക്സിന്റെ ഫോർമുല കിട്ടും. അത് വളരെ സിമ്പിൾ ആണ് അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ k is equal to 0 to infinity -1 raised to k divided by k factorial into gamma n മാറ്റി എന്താക്കണം? ഇവിടെ പ്ലസ് n ആണ്, അത് മാറ്റി എന്താക്കണം? മൈനസ് n ആക്കണം. അപ്പൊ എന്ത് വരും? -n പ്ലസ് k പ്ലസ് 1 എന്ന് വരും. ഞാൻ ആ k പ്ലസ് ആയിട്ടുള്ള k ആദ്യമേ എഴുതുന്നേ ഉള്ളൂ. k ബാക്കി n മാറ്റി മൈനസ് n ആക്കണം. പ്ലസ് എന്ത് വരും? 1. നിങ്ങൾക്ക് എങ്ങനെ വേണേലും എഴുതാം. n മാറ്റി മൈനസ് n ആക്കി -n പ്ലസ് k പ്ലസ് 1 എന്ന് പറയുന്നതും ആ k ആദ്യം എഴുതി k മൈനസ് n പ്ലസ് 1 എന്ന് പറയുന്നതും എല്ലാം ഒരുപോലെ തന്നെയാണ്. സിംപിളി ഇത്ര ചെയ്തിട്ടുള്ളൂ. ഈ ഗാമയ്ക്കുള്ളിൽ n മാറ്റി മൈനസ് n ആക്കി. പ്ലസ് k അതേപോലെ തന്നെ, പ്ലസ് 1 അതേപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമ്മൾ n മാറ്റി എന്താക്കണം? മൈനസ് n ആക്കണം. സോ x by 2 raised to 2k ഞാൻ ആദ്യം എഴുതിയിട്ട് പ്ലസ് n മാറ്റി എന്താക്കുന്നു? മൈനസ് n. തിരിച്ചെഴുതിയാലും നോ പ്രോബ്ലം. ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. കാരണം പ്ലസ് ഉള്ള ടൈം ആദ്യം കിടക്കട്ടെ, മൈനസ് ഉള്ള ടൈം രണ്ടാമത് കിടക്കട്ടെ എന്നോർത്ത് മാത്രം. 2k ആദ്യം എഴുതി, പ്ലസ് n മാറ്റി എന്താക്കി? മൈനസ് n. മൈനസ് n പ്ലസ് 2k എന്ന് പറയുന്നത് 2k മൈനസ് n എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ട് നമുക്ക് അവിടെ പ്രശ്നം സംഭവിക്കുന്നില്ല. സോ ഇനിയിപ്പം ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്ത് നമ്മൾ എവിടെ വരണം? റൈറ്റ് ഹാൻഡ് സൈഡിൽ വരണം. സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലിമിറ്റ് രണ്ട് ലിമിറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. k എന്ന് പറയുന്നത് ഇന്റിജേഴ്സ് ആണ്. സോ ഇന്റിജർ അനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. സോ സ്പ്ലിറ്റ് ചെയ്യുന്ന ശ്രദ്ധിക്കുക. ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ k ഈസ് ഈക്വൽ ടു n മൈനസ് 1 ടു അല്ല k ഈസ് ഈക്വൽ ടു k സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? 0 നിന്നാണ്. 0 മുതൽ n മൈനസ് 1 വരെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് n മൈനസ് 1 കഴിഞ്ഞ അടുത്ത ആളാരാണ്? n ആണ്. n മൈനസ് 1, n പ്ലസ് 1, n പ്ലസ് 2 അങ്ങനെയാണല്ലോ പോകുന്നത്. സോ 0 മുതൽ n മൈനസ് 1 വരെ നമ്മുടെ ബെസൽ ഫംഗ്ഷൻ -1 raised to k divided by k factorial into gamma k minus n plus 1 into x by 2 raised to 2k minus n plus sigma k is equal to ഇപ്പൊ n മൈനസ് 1 കഴിഞ്ഞ അടുത്ത ആരാണ്? n തൊട്ട് എവിടെ വരെ പോകണം? പ്ലസ് ഇൻഫിനിറ്റി വരെ. അതായത് ചെയ്തിട്ടുള്ള സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. 0 മുതൽ ഇൻഫിനിറ്റി വരെ എന്നുള്ളത് 0 മുതൽ n മൈനസ് 1 വരെയും n മൈനസ് 1ന് ശേഷമുള്ള n തൊട്ട് ഇൻഫിനിറ്റി വരെയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു മാത്രം. സോ
നമ്മുടെ ബെസൽ ഫംഗ്ഷൻ -1 റൈസ് ടു k ഡിവൈഡഡ് ബൈ k ഫാക്ടോറിയൽ ഇൻറ്റു ഗാമ k മൈനസ് n പ്ലസ് 1 ഇൻറ്റു x/2 റൈസ് ടു 2k മൈനസ് n. സോ ഇത്രയും സ്റ്റെപ്പ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിന് ശേഷം നമ്മൾ ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ലിമിറ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. 0 മുതൽ n-1 വരെയും n-1 ശേഷമുള്ള n തൊട്ട് ഇൻഫിനിറ്റി വരെയുമായിട്ട് നമ്മൾ ആ ലിമിറ്റ് ഒന്ന് സ്പ്ലിറ്റ് ആക്കി. ഓക്കെ. സോ ദെൻ ഈ ഫസ്റ്റ് ആളെന്ന് പറയുന്നത് 0 ആയിപ്പോ. അത് എങ്ങനെയാണ് 0 ആകുന്നത്? നമുക്കിപ്പോ നിലവിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ടൈം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ടൈം എന്തായിരിക്കും? 0 ആയിരിക്കും. ഫസ്റ്റ് ടൈം എങ്ങനെയാണ് 0 ആവുന്നത് എന്നുള്ളൊരു ചെറിയ എക്സ്പ്ലനേഷൻ നമുക്ക് പറയാം. നമ്മുടെ ലിമിറ്റ് 0 മുതൽ എവിടെ വരെയാണ്? k is equal to 0 മുതൽ n-1 വരെയാണ് അല്ലേ? അതായത് k ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? n-1 വരെ. അതായത് ഇത് 0 മുതൽ n-1 വരെ എന്നുള്ളതിന്റെ മറ്റൊരു നൊട്ടേഷൻ ആണ്. ശരിയല്ലേ? കാരണം n-1 ഈക്വൽ ടു n-1 വരെ പോകാം. kയുടെ വാല്യൂ n-1 വരെ പോകാം. kയുടെ വാല്യൂ അതിനേക്കാൾ കുറവുമായിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത്. 0 മുതൽ 5 വരെ എന്ന് പറഞ്ഞാൽ 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 5 വരെ പോകാം. 5നേക്കാൾ കുറവായിട്ടുള്ള 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. ഓക്കെ. അപ്പൊ അതാണ് അതിന്റെ ലോജിക്ക്. ഈ രണ്ട് ടേംസ് നമ്മൾ ഇപ്പുറത്ത് എടുക്കുമ്പോൾ എന്തായാലും k മൈനസ് n പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? 0. ശരിയാണല്ലോ? സോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ രണ്ട് സൈഡിലും ഒന്ന് ഗാമ എടുക്കുകയാണെങ്കിൽ ഗാമ k മൈനസ് n പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ 0, ടേക്കിംഗ് ഗാമ ഓൺ ബോത്ത് സൈഡ്സ്. ഗാമ 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഗാമ 0 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. സോ അതായത് ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തോരും? ഗാമ k മൈനസ് n പ്ലസ് 1 എന്ന് പറയുന്നത് ഈ ഈക്വൽ ടു കണ്ടീഷൻ എടുക്കുകയാണ്. ലെസ് ദാൻ കണ്ടീഷൻ തൽക്കാലം നിൽക്കട്ടെ. ഈക്വൽ ടു കണ്ടീഷൻ എടുക്കുമ്പോൾ എന്തോരും? ഇൻഫിനിറ്റി. സപ്പോസ് ഇത് ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ, ഗാമ k മൈനസ് n പ്ലസ് 1 ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ ഈ ഗാമ k മൈനസ് n പ്ലസ് 1 ഇവിടെ ഡിനോമിനേറ്ററിൽ എന്തായി പോകും? ഇൻഫിനിറ്റി. ഡിവിഷൻ ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നതിന്റെ ഉത്തരം എന്താണ്? 0 ആണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ? ഡിവിഷൻ ബൈ ഇൻഫിനിറ്റി ആണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? 0. സോ അപ്പൊ ഈ ടേമിന്റെ ആൻസർ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ അത് എങ്ങനെയാണ് 0 ആയെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാനിപ്പോ തന്നത്. ബാക്കി ആരുണ്ട്? നമ്മുടെ സെക്കൻഡ് ടേം ആയിട്ടുള്ള സിഗ്മ k is equal to n to infinity -1 raised to k divided by k factorial into gamma k minus n plus 1 into x/2 raised to 2k minus n. സോ 0 പ്ലസ് ഈ ടേം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഈ ടേം തന്നെയാണ്. സോ അപ്പൊ ഈ 0 പ്ലസ് നമുക്ക് എഴുതേണ്ട ആവശ്യം ശരിക്കും ഇല്ല. എങ്ങനെയാണ് 0 വന്നതെന്നുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു. സോ ദിസ് ഈസ് ഈക്വൽ ടു ദിസ്. ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടൈം മാത്രമേ ഉത്തരം വരുന്നുള്ളൂ. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്? 0. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു k മൈനസ് n പകരം r എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? k മൈനസ് n is equal to r എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു കാര്യം നമുക്ക് എഴുതാം. k എന്ന് പറയുന്നത് എന്തായിരിക്കും? n പ്ലസ് r ആയിരിക്കും. ഈ മൈനസ് n ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് n ആവും. ശ്രദ്ധിക്കുക, ഈ k മൈനസ് n പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു? r എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അവിടുന്ന് k ഈക്വൽ ടു എന്ത് കിട്ടും? n പ്ലസ് r. k ഈക്വൽ ടു n ടു ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് എന്താവും നമുക്ക് നോക്കാം. സോ k ഈക്വൽ ടു n. k ഈക്വൽ ടു n ആകുമ്പോൾ ഈ ഒരു ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. kക്ക് വരെ n കൊടുത്തേ. n മൈനസ് n ഈക്വൽ ടു r ആവും. അതായത് 0 ഈക്വൽ ടു r ആവും. സോ k ഈക്വൽ ടു n കൊടുത്തു കഴിഞ്ഞാൽ k ഈക്വൽ ടു നമ്മുടെ ഇവിടുത്തെ നിലവിലെ ലിമിറ്റ് എന്ന് പറയുന്നത് k ഈക്വൽ ടു n ടു ഇൻഫിനിറ്റി അല്ലേ? സോ k ഈക്വൽ ടു n കൊടുത്തു കഴിഞ്ഞാൽ k ഈക്വൽ ടു n കൊടുത്തു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ലിമിറ്റ് r ഈക്വൽ ടു k ഈക്വൽ ടു n എന്നുള്ളത് എന്താവും? r ഈക്വൽ ടു 0 എന്നാവും. k ഈക്വൽ ടു n എന്നുള്ളത് r ഈക്വൽ ടു 0 എന്നാവും. അപ്പൊ അത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് നമുക്ക് നോക്കാം. k മൈനസ് n പകരം ഞാൻ r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ k സ്വാഭാവികമായിട്ടും ബാക്കി ഇവിടെ കാണുന്ന k ക്കെല്ലാം എനിക്ക് എന്ത് കൊടുക്കാം? n പ്ലസ് r കൊടുക്കാം. ലിമിറ്റ് എങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചാൽ k ഈക്വൽ ടു n ടു ഇൻഫിനിറ്റി ആണ്. സോ ആ k ഈക്വൽ ടു n ഈ k ഈക്വൽ ടു n എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മുടെ മെയിൻ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് k മൈനസ് n ഈക്വൽ ടു r കൊടുത്താൽ n മൈനസ് n ഈക്വൽ ടു r ആവും. അതായത് 0 ഈക്വൽ ടു r ആവും. അപ്പൊ k ഈക്വൽ ടു n എന്നുള്ള ലിമിറ്റ് 0 ഈക്വൽ ടു r അല്ലെങ്കിൽ r ഈക്വൽ ടു 0 എന്നുള്ള ലിമിറ്റ് ആയിട്ട് മാറും. സോ അപ്പൊ മാറ്റങ്ങളൊക്കെ നമുക്കൊന്ന് വരുത്തി നോക്കാം. k ഈക്വൽ ടു n എന്നുള്ളത് എന്താവും? r ഈക്വൽ ടു 0 എന്നാവും. 2 എവിടെ വരെയാണ്? ഇൻഫിനിറ്റി. -1 റൈസ് ടു k ക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? k എന്ന് പറയുന്നത് എന്താണ്? n പ്ലസ് r. k ക്ക് പകരം n പ്ലസ് r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ k ഫാക്ടോറിയൽ. k ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? n പ്ലസ് r ഫാക്ടോറിയൽ. k എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? n പ്ലസ് r ആണെന്ന് അറിയാലോ. അപ്പൊ k ഫാക്ടോറിയൽ എന്തായിരിക്കും? n പ്ലസ് r ഫാക്ടോറിയൽ.
സോ ഇതെന്താവും n പ്ലസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ഗാമ കെ മൈനസ് എന്നിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? കെ മൈനസ് എൻ എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. സോ 6 പ്ലസ് 1 ഇൻറ്റു എക്സ് ബൈ 2 റേസ് ടു 2k മൈനസ് എൻ. അതിന് പകരം എന്താ വരുന്നത് നമുക്ക് നോക്കാം. 2k മൈനസ് എൻ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു കെക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? n പ്ലസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. n പ്ലസ് ആർ മൈനസ് എൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2n പ്ലസ് 2r മൈനസ് എൻ ഈക്വൽ ടു 2n മൈനസ് എൻ എന്താണ്? n ആണ്. n പ്ലസ് 2r. സോ 2k മൈനസ് എന്നിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? n പ്ലസ് 2r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 2k മൈനസ് എന്നിന് പകരം n പ്ലസ് 2r നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ k r ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി n പ്ലസ് ആർ ഫാക്ടോറിയൽ. ശ്രദ്ധിക്കണേ, n ഫാക്ടോറിയലിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഗാമ n പ്ലസ് 1 എന്ന് എഴുതാം. n ഫാക്ടോറിയൽ ഈക്വൽ ടു ഗാമ n പ്ലസ് 1. n ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു ഗാമ n പ്ലസ് 1. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റാൻഡേർഡ് റിസൾട്ട് വരുന്നതാണ്. ഗാമ n പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ. അപ്പൊ ഈ മൊത്തം ടേമിനെ നമ്മൾ n ആയിട്ടൊന്ന് സങ്കല്പിച്ചാൽ, ഈ n പ്ലസ് ആറിനെ n ആയിട്ടൊന്ന് സങ്കല്പിച്ചാൽ n ഫാക്ടോറിയലിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? ഗാമ n പ്ലസ് 1 കൊടുക്കാം അല്ലെ? സോ മൈനസ് 1 റൈസ് ടു n പ്ലസ് ആർ ഡിവൈഡഡ് ബൈ ഈ n പ്ലസ് ആർ ഫാക്ടോറിയലിന് പകരം എന്ത് കൊടുക്കാം? ഗാമ n പ്ലസ് ആർ പ്ലസ് 1 എന്ന് കൊടുക്കാം. ശരിയാണോ അല്ലെ? ഗാമ n പ്ലസ് ആർ പ്ലസ് 1 എന്ന് കൊടുക്കാമല്ലോ. n ഫാക്ടോറിയലിന് പകരം ഗാമ n പ്ലസ് 1 കൊടുക്കാം. അപ്പൊ n പ്ലസ് ആർ ഫാക്ടോറിയലിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? ഗാമ n പ്ലസ് ആർ പ്ലസ് 1 കൊടുക്കാം. ഈ ഇക്വേഷൻ അനുസരിച്ച് ഈ n ന്റെ സ്ഥാനത്ത് n പ്ലസ് ആർ ആയിട്ടൊന്ന് സങ്കല്പിക്കണമെന്ന് മാത്രം. n ഫാക്ടോറിയൽ ഗാമ n പ്ലസ് 1 ആണെങ്കിൽ n പ്ലസ് ആർ ഫാക്ടോറിയൽ എന്തായിരിക്കും? ഗാമ n പ്ലസ് ആർ പ്ലസ് 1 ഇൻറ്റു ഇതേ സെയിം സാധനം തന്നെ തിരിച്ച് അപ്ലൈ ചെയ്യണം. ഗാമ n പ്ലസ് 1, ഗാമ n പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ. അങ്ങനെയാണെങ്കിൽ ഗാമ ആർ പ്ലസ് 1 എന്തായിരിക്കും? ആർ ഫാക്ടോറിയൽ. ശരിയാണോ അല്ലെ? ഇവിടെ അപ്ലൈ ചെയ്ത കാര്യം തിരിച്ച് ഇവിടെ അപ്ലൈ ചെയ്യണം. ഗാമ n പ്ലസ് 1 n ഫാക്ടോറിയൽ ആണെന്ന് അറിയാം. അപ്പൊ ഗാമ ആർ പ്ലസ് 1 എന്തായിരിക്കും? ആർ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ബൈ 2 റേസ് ടു ആര് കിടപ്പുണ്ട്? n പ്ലസ് 2r. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഒന്ന് അറേഞ്ച്ഡ് ആയിട്ടൊന്ന് എഴുതുന്നു, സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മൈനസ് 1 റേസ് ടു n പ്ലസ് ആറിനെ മൈനസ് 1 റേസ് ടു n ഇൻറ്റു മൈനസ് 1 റേസ് ടു ആർ എന്ന് എഴുതാമല്ലോ. എ റേസ് ടു m പ്ലസ് എന്നിനെ എ റേസ് ടു m ഇൻറ്റു എ റേസ് ടു n എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഈ ആർ ഫാക്ടോറിയൽ ഞാൻ ആദ്യം എഴുതി, ബാക്കി ഗാമ n പ്ലസ് ആർ പ്ലസ് 1 ഇൻറ്റു എക്സ് ബൈ 2 റേസ് ടു എന്ത് കിടപ്പുണ്ട്? n പ്ലസ് 2r കിടപ്പുണ്ട്. എക്സ് ബൈ 2 റേസ് ടു n പ്ലസ് 2r. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഈ മൈനസ് 1 റേസ് ടു n ഞാൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. ബാക്കി എന്തുണ്ട്? സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മൈനസ് 1 റേസ് ടു ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു ഗാമ n പ്ലസ് ആർ പ്ലസ് 1 ഇൻറ്റു എക്സ് ബൈ 2 റേസ് ടു n പ്ലസ് 2r. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ. ഇത് എന്ന് പറയുന്നത്, ഇനി ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ jn ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ k ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മൈനസ് 1 റേസ് ടു k ബൈ k ഫാക്ടോറിയൽ ഇൻറ്റു ഗാമ n പ്ലസ് k പ്ലസ് 1 ഇൻറ്റു എക്സ് ബൈ 2 റേസ് ടു n പ്ലസ് 2k ആണെന്ന് നമുക്കറിയാം. അവിടെ k മാറ്റി r ആയിട്ട് സങ്കല്പിക്കുക. k എന്ന് പറയുന്ന വേരിയബിൾ ആണ്, r എന്ന് പറയുന്ന വേരിയബിൾ ആണ്. ഇപ്പൊ k മാറ്റി r ആക്കി സങ്കല്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരാനില്ല. k മാറ്റി r ആക്കിയാൽ ഇതേ സെയിം ഇക്വേഷൻ തന്നെ അല്ലേ? മൈനസ് 1 റേസ് ടു n അവിടെ നിൽക്കട്ടെ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1 റേസ് ടു n ഇൻറ്റു സിഗ്മ k മാറ്റി r ആക്കിയാൽ r ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മൈനസ് 1 റേസ് ടു k ക്ക് പകരം മൈനസ് 1 റേസ് ടു r, k ഫാക്ടോറിയലിന് പകരം r ഫാക്ടോറിയൽ, ഗാമ n പ്ലസ് ആർ പ്ലസിന് പകരം ഗാമ n പ്ലസ് k പ്ലസ് 1, എക്സ് ബൈ 2 റേസ് ടു n പ്ലസ് 2k ന് പകരം എക്സ് ബൈ 2 റേസ് ടു n പ്ലസ് 2r. r മാറ്റി k ആക്കിയ സെയിം സാധനം തന്നെ. ഇതെന്താണെന്ന് നമുക്കറിയാം? jn ഓഫ് എക്സ് ആണെന്ന് അറിയാം. സോ മൈനസ് 1 റേസ് ടു n മാറ്റി നിർത്തിയാൽ ബാക്കി എന്താണ്? jn ഓഫ് എക്സ്. മൈനസ് 1 റേസ് ടു n ഇൻറ്റു jn ഓഫ് എക്സ്. ഇത് പ്രൂവ് ചെയ്യാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് j, ദിസ് ഈസ് അവർ റൈറ്റ് ഹാൻഡ് സൈഡ്. സോ j മൈനസ് n ഓഫ് എക്സ് തുടങ്ങി നമ്മൾ എവിടെ എത്തി? മൈനസ് 1 റേസ് ടു n ഇൻറ്റു jn ഓഫ് എക്സിൽ എത്തി. സോ ഇതാണ് നമ്മുടെ പ്രൂഫ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ ഇപ്പൊ നമ്മുടെ ബെസൽ ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ബെസൽ ഫംഗ്ഷൻ എന്നാണ് ഈ ഫംഗ്ഷനെ വിളിക്കുന്ന പേര്. ഇത് പ്രൂവ് ചെയ്യാനാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ പ്രൂവ് ദാറ്റ് e റൈസ് ടു എക്സ് ബൈ 2 ഇൻറ്റു t മൈനസ് 1 ബൈ t is equal to സിഗ്മ n equal to മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി t റൈസ് ടു n ഇൻറ്റു jn ഓഫ് എക്സ്. ആ സിഗ്മ n equal to മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി
ടി റൈസ് ടു എൻ ഇൻറ്റു ജെ എൻ ഓഫ് എക്സിനെയാണ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ബെസൽ ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്ത് നമുക്ക് എവിടെ വരണം, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരണം. അതിനുവേണ്ടി ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു. സോ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഇ റൈസ് ടു എക്സ് ബൈ ടു ഇൻറ്റു ടി മൈനസ് 1/t. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ന്യൂമറേറ്ററിലൊന്ന് ഈ ഒരു പവറിലൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ടി ബൈ ടു ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 2t. ഇങ്ങനെ എഴുതാമല്ലോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് ടി ബൈ ടു മൈനസ് എക്സ് ബൈ 2t എന്ന് വരും. അതൊന്ന് എ റൈസ് ടു എം പ്ലസ് എന്നിനെ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ വെച്ച് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും ഇ റൈസ് ടു എക്സ് ബൈ ടു ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ടി ബൈ 2 എന്ന് വരും. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇ റൈസ് ടു എക്സിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻ. ഇ റൈസ് ടു എക്സിന്റെ ജനറൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇ റൈസ് ടു മൈനസ് എക്സ് ആണെങ്കിൽ 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. ഇത് വെച്ചിട്ട് നമ്മൾ ഈ രണ്ട് ടേം എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും, ആദ്യത്തെ ടേം എന്ത് വരും, ഇ റൈസ് ടു എക്സ് ടി ബൈ 2നെ 1 പ്ലസ് എക്സ് ടി ബൈ 2 പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയലിന് പകരം ഇവിടെ എക്സിന് പകരം എക്സ് ടി ബൈ 2 ആണ്. അപ്പൊ അത് കറസ്പോണ്ടിംഗ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ടി ബൈ 2ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് ഞാൻ മൂന്ന് ടേംസും കൂടെ എക്സെട്ര നമ്മൾ എഴുതുവാണ്. കാരണം നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെ പോയി n മൈനസ് 1th ടേം, nth ടേം, n പ്ലസ് 1th ടേം, അങ്ങനെ 3 ടേമും കൂടെ നമ്മൾ എക്സ്ട്രാ എഴുതണം. n മൈനസ് 1th ടേം എന്ന് പറയുമ്പോൾ എന്ത് വരും, എക്സ് ടി ബൈ 2 റേസ് ടു n മൈനസ് 1 ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ടി ബൈ 2 റേസ് ടു n ബൈ n ഫാക്ടോറിയൽ പ്ലസ് എക്സ് ടി ബൈ 2 റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ. അങ്ങനെ 3 ടേംസ് നമ്മൾ എക്സ്ട്രാ എഴുതി ചേർക്കണം. ഈ ഒരു ജനറൽ എക്സ്പാൻഷനിൽ ഒന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒന്ന് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയാണ് 3 ടേംസ് എക്സ്ട്രാ എഴുതി ചേർക്കുന്നത്. എന്താണ്, ഒന്ന് n മൈനസ് 1th ടേം, nth ടേം, n പ്ലസ് 1th ടേം. ഇപ്പം 1 റേസ് ടു 1 ആണ്, 1 2 അങ്ങനെ പോയി n മൈനസ് 1 n പ്ലസ് 1. കറസ്പോണ്ടിംഗ്ലി ഇവിടെ ഏത് നമ്പർ ആണോ അതിന്റെ ഫാക്ടോറിയൽ താഴെ വരണം. ഇപ്പൊ ഇവിടെ n മൈനസ് 1 വരുമ്പോൾ താഴെ n മൈനസ് 1 ഫാക്ടോറിയൽ വരണം. ഇവിടെ n വരുമ്പോൾ n ഫാക്ടോറിയൽ വരണം. n പ്ലസ് 1 വരുമ്പോൾ n പ്ലസ് 1 ഫാക്ടോറിയൽ വരണം. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ടേം ഇ റൈസ് ടു എക്സ് ടി ബൈ 2 എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. ഇൻറ്റു ആണ് ദിസ് ഇൻറ്റു അടുത്ത ഏതാണ്, ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 2t എക്സ്പാൻഡ് ചെയ്യണം. ഇ റൈസ് ടു എക്സ് ടി ബൈ 2ന്റെ എക്സ്പാൻഷൻ ആണ് ഇത്ര എഴുതിയിരിക്കുന്നത്. ഇൻറ്റു ആണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 2t എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇ റൈസ് ടു മൈനസ് എക്സിന്റെ 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 മൈനസ് എക്സ് ബൈ 2t പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അപ്പൊ എന്ത് വരും, എക്സ് ബൈ 2tയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. സോ ഇവിടെ നമ്മൾ ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഇവിടെ ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കോയിഫിഷ്യന്റ് ഓഫ് ടി റൈസ് ടു n എഴുതണം. ടി റൈസ് ടു n-ന്റെ കോയിഫിഷ്യൻസ് എഴുതണം. സോ കോയിഫിഷ്യന്റ് ഓഫ് ടി റൈസ് ടു n is equal to ഇവിടെ ടി റൈസ് ടു n-ന്റെ കോയിഫിഷ്യന്റ് എന്താണ്, ടി റൈസ് ടു n വരുന്ന ടേം ഇവിടെ ടി റൈസ് ടു n വരുന്നുണ്ടല്ലേ, എക്സ് ടി ബൈ 2 റൈസ് ടു n-ന്റെ അവിടെ ഒരു ടി റൈസ് ടു n വരുന്നുണ്ടല്ലോ. ഇത് ഓരോ ടൈം സ്പ്ലിറ്റ് ആക്കുമ്പോൾ എക്സ് റൈസ് ടു n ഇൻറ്റു ടി റൈസ് ടു n ബൈ 2 റൈസ് ടു n ബൈ n ഫാക്ടോറിയൽ അല്ലേ, അതായത് എക്സ് ബൈ 2 ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു ടി റൈസ് ടു n എന്ന് നമുക്ക് എഴുതാം. സോ ഇവിടെ ടി റൈസ് ടു n-ന്റെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ബൈ 2 റൈസ് ടു n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. സോ അതേപോലെ തന്നെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ടി റൈസ് ടു n-ന്റെ കോയിഫിഷ്യന്റ് ആണ് എഴുതുന്നത്. ഈ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് ജസ്റ്റ് കാണാൻ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. സോ അപ്പൊ നെക്സ്റ്റ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ളതാണ് എഴുതുന്നത്. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എക്സ് ബൈ 2 റൈസ് ടു n പ്ലസ് 1 ഉണ്ട്, ടി റൈസ് ടു n പ്ലസ് 1 ഉണ്ട്. ആ ടി റൈസ് ടു n പ്ലസ് 1-നെ ടി റൈസ് ടു n ഇൻറ്റു ടി നമുക്ക് എഴുതാൻ പറ്റും. ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ ഉണ്ട്. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇവിടുത്തെ ടേം ഈ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു എക്സ് ബൈ 2 റൈസ് ടു 1 ഉണ്ട്.
ആ എക്സ് ബൈ ടു റേസ് ടു വണ്ണും ഈ എക്സ് ബൈ ടു റേസ് ടു എൻ പ്ലസ് വണ്ണും കൂടെ എക്സ് ബൈ ടു റേസ് ടു എൻ പ്ലസ് ടു ആവും, മൈനസ് എക്സ് ബൈ ടു റേസ് ടു എൻ പ്ലസ് ടു ആവും. ഇവിടെ ഒരു ബൈ ടി ഉണ്ട്, ഇവിടെ ടി റേസ് ടു എൻ പ്ലസ് വണ്ണിനെ ടി റേസ് ടു എൻ ഇൻറ്റു ടി എന്ന് എഴുതുന്നുണ്ട്. ആ ഇൻറ്റു ടിയും ഈ ബൈ ടിയോട് ക്യാൻസൽ ആയി പോയിട്ട് ബൈ താഴെ എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ വരും. സോ ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് ബൈ ടു റേസ് ടു എൻ പ്ലസ് വൺ വരും, ടി റേസ് ടു എൻ പ്ലസ് വൺ വരും. ആ ടി റേസ് ടു എൻ പ്ലസ് വണ്ണിനെ ടി റേസ് ടു എൻ ഇൻറ്റു ടി എന്നാക്കണം. അതേപോലെ തന്നെ ഇവിടെയും സിമിലർ ടേംസ് വരും, എക്സ് ബൈ ടു റേസ് ടു എക്സ് ബൈ ടു ടി സ്ക്വയർ ബൈ ടു ഫാക്ടോറിയലിന്റെ അവിടെയും സിമിലർ ടേംസ് വരും. അപ്പൊ അത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കാണാതെ ഓർത്തിരുന്നാൽ മതി. അത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കിട്ടും, എക്സ് ബൈ ടു റേസ് ടു എൻ പ്ലസ് ഫോർ ഡിവൈഡഡ് ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു എൻ പ്ലസ് ടു ഫാക്ടോറിയൽ. ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും ഇത് എക്സ്പാൻഡഡ് ആയിട്ട് പോകുന്നത്. സോ ഇത് ഓർത്തിരിക്കാൻ വളരെ സിമ്പിൾ ആണ്. എക്സ് ബൈ ടു റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ മൈനസ് എക്സ് ബൈ ടു റേസ് ടു, ഇവിടെ പവർ 2 കൂട്ടി പോയാൽ മതി, താഴെ 1 കൂട്ടി പോകണം. ഇവിടെ ഒരു 2 ഫാക്ടോറിയൽ എക്സ്ട്രാ വരുന്ന കാര്യം മാത്രം നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. സോ ഇതെന്ന് പറയുന്നത് ജെ എൻ ഓഫ് എക്സിന്റെ എക്സ്പാൻഷൻ ആണ്. അതായത് സിഗ്മ n is equal to, k is equal to 0 to infinity, sigma k is equal to 0 to infinity minus 1 raised to k divided by k factorial into gamma n plus k plus 1 into x by 2 raised to n plus 2k. സോ ഇത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ രീതിയിലായിരിക്കും കിട്ടുന്നത്. സംശയം നമുക്ക് ഫസ്റ്റ് ടേം മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കെക്ക് 0 കൊടുക്കുമ്പോൾ മൈനസ് 1 റേസ് ടു 0 1 ആണ്, 0 ഫാക്ടോറിയൽ 1 ആണ്. ഗാമ എൻ പ്ലസ് 1 എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ആണ്, എൻ ഫാക്ടോറിയൽ ഇവിടെ ഉണ്ട്. എക്സ് ബൈ ടു റേസ് ടു എൻ പ്ലസ് 2 0 പ്ലസ് എക്സ് ബൈ ടു റേസ് ടു കെക്ക് 0 കൊടുക്കുമ്പോഴത്തേക്കിനും എൻ പ്ലസ് 2 ഇൻറ്റു 0, അതായത് എക്സ് ബൈ ടു റേസ് ടു എൻ. ആ എക്സ് ബൈ ടു റേസ് ടു എൻ ആണ് ഈ കാണുന്നത്. അപ്പൊ ആ രീതിയിൽ നെക്സ്റ്റ് 1 കൊടുക്കുമ്പോൾ ഈ ടേം കിട്ടും, 2 കൊടുക്കുമ്പോൾ ഈ ടേം കിട്ടും. ആ രീതിയിലാണ് എക്സ്പാൻഡ് ആയി പോകുന്നത്. അതായത് ജെ എൻ ഓഫ് എക്സിന്റെ, അതായത് ടി റൈസ് ടു എന്നിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് ജെ എൻ ഓഫ് എക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. സോ ദിസ് ഈസ് സിംപ്ലി ജെ എൻ ഓഫ് എക്സ്, നമ്മുടെ ബെസൽ ഫംഗ്ഷൻ. ഇതേപോലെ തന്നെ ടി റൈസ് ടു മൈനസ് എന്നിന്റെ കോയിഫിഷ്യന്റ് എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ അത് ഇതേപോലെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം നമുക്ക് നിർബന്ധമില്ല, അല്ലാതെ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതി. കോയിഫിഷ്യന്റ് ഓഫ് ടി റൈസ് ടു മൈനസ് എൻ, കോയിഫിഷ്യന്റ് ഓഫ് ടി റേസ് ടു മൈനസ് എൻ എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തു വരുമ്പോഴത്തേക്കിനും മൈനസ് 1 റേസ് ടു എൻ ഇൻറ്റു, അതായത് ഇതേ സെയിം സാധനം തന്നെ ടി റേസ് ടു എൻ ആകുമ്പോഴത്തേക്കിനും 1 ഇൻറ്റു എന്ന് പറഞ്ഞ് കിട്ടുന്നു. ടി റേസ് ടു മൈനസ് എൻ ആകുമ്പോൾ മൈനസ് 1 റേസ് ടു എൻ ഇൻറ്റു എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ, അതായത് ഇതിന്റെ കൂടെ ഒരു മൈനസ് 1 റേസ് ടു എൻ വരും. അതായത് 0 കൊടുക്കുമ്പോൾ മൈനസ് 1 റേസ് ടു 0 1, 2 കൊടുക്കുമ്പോൾ മൈനസ് 1 സ്ക്വയർ പ്ലസ് 1, 1 കൊടുക്കുമ്പോൾ മൈനസ് 1 റേസ് ടു 1 മൈനസ് 1. അതായത് ഒന്നും ഓർക്കണ്ട, ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചേർത്താൽ മതി, ഒരു മൈനസ് 1 റേസ് ടു എൻ എക്സ്ട്രാ ചേർത്താൽ മതി. മൈനസ് 1 റേസ് ടു എൻ ഇൻറ്റു സിഗ്മ കെ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മൈനസ് 1 റേസ് ടു കെ ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു ഗാമ എൻ പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു എക്സ് ബൈ 2 റേസ് ടു എൻ പ്ലസ് 2k. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1 റേസ് ടു എൻ ഇൻറ്റു, ഇതെന്താ നമുക്കറിയാം, കെ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി minus 1 raised to k by k factorial into gamma n plus k plus 1 into x by 2 raised to n plus 2k എന്താണെന്ന് അറിയാം, jn of x ആണെന്ന് നമുക്കറിയാം, ഓൾറെഡി എഴുതിയിട്ടുണ്ട് jn of x. സോ മൈനസ് 1 raised to n into jn of x എന്ന് പറയുന്നത് എന്താണ്, ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. അത് പ്രൂഫായിട്ട് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പ്രൂവ് ദാറ്റ് j മൈനസ് n of x ഈക്വൽ ടു മൈനസ് 1 raised to n into jn of x. അപ്പൊ ഈ മൈനസ് 1 raised to n into jn of x എന്ന് പറയുന്നത് എന്താണ്, j മൈനസ് n of x ആണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സോ കോയിഫിഷ്യന്റ് ഓഫ് ടി റൈസ് ടു എൻ എന്ന് പറയുന്നത് ജെ എൻ ഓഫ് എക്സും, കോയിഫിഷ്യന്റ് ഓഫ് ടി റൈസ് ടു മൈനസ് എൻ എന്ന് പറയുന്നത് എന്താണ്, ജെ മൈനസ് എൻ ഓഫ് എക്സും. ഇത് രണ്ടും കൂടെ നമ്മളൊന്ന് കമ്പൈൻഡ് ആയിട്ട് എഴുതുന്നു. അതായത് ഈ ടി റൈസ് ടു എന്നും ടി റൈസ് ടു മൈനസ് എന്നിന്റെയും കോയിഫിഷ്യൻസ് ആണ് നമ്മുടെ എക്സ്പാൻഷൻ ത്രൂ ഔട്ട്, അല്ലാതെ വേറൊരു ടേമേ ഇല്ല. അപ്പൊ ഈ എക്സ്പാൻഷൻ ത്രൂ ഔട്ട് ടേം എന്ന് പറയുന്നത് ടി റൈസ് ടു എന്നിന്റെയും ടി റൈസ് ടു മൈനസ് എന്നിന്റെയും കോയിഫിഷ്യൻസ് ആണ്. അപ്പൊ അത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ ഒരു സിംഗിൾ ആയിട്ട് എഴുതുന്നു. അതായത് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇവരുടെ കോയിഫിഷ്യൻസ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇ റൈസ് ടു എക്സ് ബൈ ടു ഇൻറ്റു ഇ റൈസ് ടു എക്സ് ബൈ ടു ഇൻറ്റു ടി മൈനസ് 1 ബൈ ടി ഇസ് ഈക്വൽ ടു, അതായത് ജെ എൻ ഓഫ് എക്സിന്റെ ടി റൈസ് ടു എൻ ഇൻറ്റു ജെ എൻ ഓഫ് എക്സ് ആണ് അല്ലെ,
ജെ എൻ ഓഫ് എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ് ടി റൈസ് ടു എൻ, കോയിഫിഷ്യന്റ് ഓഫ് ടി റൈസ് ടു എൻ എന്ന് പറയുന്ന ജെ എൻ ഓഫ് എക്സ് ആണെങ്കിൽ ജെ എൻ ഓഫ് എക്സിന്റെ കോയിഫിഷ്യന്റ് എന്തായിരിക്കും ടി റൈസ് ടു എൻ, ടി റൈസ് ടു എന്റെ കോയിഫിഷ്യന്റ് ജെ എൻ ഓഫ് എക്സ്. ആ ടേം എന്താണ് ടി റൈസ് ടു എൻ ഇൻറ്റു ജെ എൻ ഓഫ് എക്സ്. ടി റൈസ് ടു എൻ ഇൻറ്റു ജെ എൻ ഓഫ് എക്സ് ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതുവാണെങ്കിൽ എന്ത് വരും? ടി റൈസ് ടു 0 ഇൻറ്റു ജെ എൻ ഓഫ് ജെ 0 ഓഫ് എക്സ്, ടി റൈസ് ടു 1 ഇൻറ്റു ജെ 1 ഓഫ് എക്സ്, ടി സ്ക്വയർ ഇൻറ്റു ജെ 2 ഓഫ് എക്സ്. അങ്ങനെ പോയി 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 എന്ത് കിട്ടും? ടി റൈസ് ടു എൻ ഇൻറ്റു ജെ എൻ ഓഫ് എക്സ്. അതേപോലെ തന്നെ ടി റൈസ് ടു മൈനസ് എന്നിന്റെ കോയിഫിഷ്യന്റ് ആണ് ജെ മൈനസ് എൻ ഓഫ് എക്സ്. സിമിലർലി ജെ മൈനസ് എൻ ഓഫ് എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ് ടി റൈസ് ടു മൈനസ് എൻ. അങ്ങനെയാണെങ്കിൽ ആ ടേം എന്ന് പറയുന്നത് എന്താണ്? ടി റൈസ് ടു മൈനസ് എൻ ഇൻറ്റു ജെ മൈനസ് എൻ ഓഫ് എക്സ്. അതൊന്ന് ജനറലൈസ് ചെയ്ത് 1 2 3 കൊടുത്താൽ എന്ത് കിട്ടും? ടി റൈസ് ടു മൈനസ് 1 ഇൻറ്റു ജെ മൈനസ് 1 ഓഫ് എക്സ്, ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു ജെ മൈനസ് 2 ഓഫ് എക്സ്. അങ്ങനെ പോയി പോയി ടി റൈസ് ടു മൈനസ് എൻ ഇൻറ്റു ജെ മൈനസ് എൻ ഓഫ് എക്സ്. ഇതെന്ന് പറയുന്നത് സിഗ്മ n is equal to minus infinity to infinity t raised to n into j n of x. സോ ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ? ടി റൈസ് ടു എൻ ഇൻറ്റു ജെ എൻ ഓഫ് എക്സ്. ഇപ്പൊ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് കൊടുത്തു തുടങ്ങി ഇതേ സെയിം എക്സ്പാൻഷൻ അല്ലേ കിട്ടുന്നത്? -1 കൊടുത്താൽ ടി റൈസ് ടു -1 ഇൻറ്റു ജെ -1 ഓഫ് എക്സ്, -2 കൊടുത്താൽ ടി റൈസ് ടു -2 ഇൻറ്റു ജെ -2 ഓഫ് എക്സ്, 1 കൊടുത്താൽ ടി റൈസ് ടു 1 ഇൻറ്റു ജെ 1 ഓഫ് എക്സ്, 2 കൊടുത്താൽ ടി സ്ക്വയർ ഇൻറ്റു ജെ 2 ഓഫ് എക്സ്. സിമിലർ എക്സ്പാൻഷൻ. സോ ഇ റൈസ് ടു എക്സ് ബൈ 2 ഇൻറ്റു ടി മൈനസ് 1 ബൈ ടി എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ടി റൈസ് ടു എൻ ഇൻറ്റു ജെ എൻ ഓഫ് എക്സ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്തെടുക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് ചെയ്ത് തുടങ്ങി നമ്മൾ ഇവിടെ വന്നു, റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നു. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഫൈൻഡ് ദ കർവ് ഓൺ വിച്ച് ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 y ഡാഷ് സ്ക്വയർ മൈനസ് y സ്ക്വയർ പ്ലസ് 2xy dy. y ഓഫ് 0 0 ആണ്, y ഓഫ് പൈ ബൈ 2 0 ആണ്. ഇത് രണ്ട് കണ്ടീഷൻസ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്തും, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അന്നേരം നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ ആയിരിക്കും. അതിനകത്ത് കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും. ആ കോൺസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഹിന്റുകളാണ് y ഓഫ് 0 ഈക്വൽ ടു 0, y ഓഫ് പൈ ബൈ 2 ഈക്വൽ ടു 0. രണ്ട് ഹിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് കോൺസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ സൊല്യൂഷനകത്ത് ഉണ്ടായിരിക്കുക. സോ ക്യാൻ ബി എന്താണ്? എക്സ്ട്രീമൈസ്ഡ്. എക്സ്ട്രീമൈസേഷന്റെ പ്രോബ്ലം ആണ്. സോ അതുകൊണ്ട് തന്നെ യൂളേഴ്സ് ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓയിലേഴ്സ് ഇക്വേഷൻ വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് നമുക്ക് തന്നിട്ടുണ്ട്. നേരിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. സോ അപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്താണ്? വൈ ഡാഷ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എന്താണ്? 2xy. ഓയിലേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ ഡാഷ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ? സോൾവ് ചെയ്യാൻ. ജസ്റ്റ് ഡോ എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് നമ്മുടെ കയ്യിലുണ്ട്. അതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത്. അത് ഇവര് പറഞ്ഞിരിക്കുന്നതിന്റെ അനുസരിച്ച് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മേ ബി എന്ത് ഓർഡർ ആണോ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കിയതിന് ശേഷം ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാധാരണ രീതിയിൽ സോൾവ് ചെയ്തെടുത്താൽ മതി. റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പർട്ടിക്കുലർ ഇന്റഗ്രലിലൂടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഇല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് വരുന്നത് നമുക്ക് നോക്കാം. സോ ഡോ എഫ് ബൈ ഡോ വൈ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. നമുക്ക് ഓരോ ടേംസ് ആയിട്ട് കണ്ടുപിടിക്കാം. അതിനുശേഷം ഈ മെയിൻ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. സോ എഫ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിനെ എന്ത് വെച്ച് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യണം? വൈ വെച്ച് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വൈ ഡാഷ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. വൈ വെച്ച് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ ഡാഷ് എന്താണ്? കോൺസ്റ്റന്റ്. അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിക്കോളും. വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ? അതിപ്പോ വൈ ഡാഷ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. കാരണം വിത്ത് റെസ്പെക്ട് ടു വൈ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ വൈ ഡാഷ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡാഷ് ഇസ് എ കോൺസ്റ്റന്റ്. സോ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? -2y പ്ലസ് 2x കോൺസ്റ്റന്റ് ആണ്. വൈയുടെ ഡെറിവേറ്റീവ് എന്തായി പോകും? 1 ആയി പോകും. സോ -2y പ്ലസ് 2x ആണ് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ഈ അകത്ത് കിടക്കുന്ന ആളെ കണ്ടുപിടിക്കാം. ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് നമുക്ക് കണ്ടുപിടിക്കണം. ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ ഡാഷ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. ഇഫ് നമ്മുടെ കയ്യിലുണ്ട്. വൈ ഡാഷിന്റെ ഒറ്റ ടേമല്ലേ കാണുന്നുള്ളൂ.
y ഡാഷിന്റെ സ്ക്വയർ. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x ആണ് നമുക്കറിയാം, y സ്ക്വയർ ഡെറിവേറ്റീവ് 2 ആണെന്ന് അറിയാം. y ഡാഷ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? 2y ഡാഷ്. 2y ഡാഷ് കഴിഞ്ഞു. ഇൻറ്റു y ഡാഷിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ഡാഷ് 1 ആയതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യം നമുക്കില്ല. ഇനി എന്ത് കണ്ടുപിടിക്കണം? d/dx ഓഫ് ഡോ എഫ് ബൈ ഡോ y ഡാഷ് കണ്ടുപിടിക്കണം. ഇയാളുടെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് ഒന്നുകൂടെ നമ്മൾ എടുക്കണം. അതായത് ഡോ എഫ് ബൈ ഡോ y ഡാഷ് നമ്മുടെ കയ്യിലുണ്ട്. നെക്സ്റ്റ് ഇനി ആരെ കണ്ടുപിടിക്കണം? d/dx ഓഫ് ഡോ എഫ് ബൈ ഡോ y ഡാഷ് നമുക്ക് കണ്ടുപിടിക്കണം. ദിസ് ഈസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ y ഡാഷ് 2y ഡാഷ് ആണെന്ന് നമുക്കറിയാം. d/dx ഓഫ് ഡോ എഫ് ബൈ ഡോ y ഡാഷ് എന്ന് പറഞ്ഞാൽ ഇയാളെ ഒന്നും കൂടെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അല്ലെ സോറി x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. 2 ഇൻറ്റു y ഡാഷിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? y ഡാഷ് എന്ന് പറയുന്നത് dy/dx ആണ്, അത് നമുക്കറിയാം. അതിനെ ഒന്നും കൂടെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? d² y/dx സ്ക്വയർ. d² y/dx സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? y ഡബിൾ ഡാഷ്. ശരിയല്ലേ? y ഡാഷിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ y ഡബിൾ ഡാഷ് കിട്ടും, y ഡബിൾ ഡാഷിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ y ട്രിപ്പിൾ ഡാഷ് കിട്ടും. സോ y ഡാഷിനെ ഒന്നും കൂടെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? y ഡബിൾ ഡാഷ്. ഇത്രയേ ഉള്ളൂ പരിപാടി. സോ d/dx ഓഫ് ഡോ എഫ് ബൈ ഡോ y ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു y ഡബിൾ ഡാഷ്. അപ്പൊ നമുക്ക് കൊടുക്കാനുള്ള രണ്ട് കാര്യങ്ങളുമായിട്ടുണ്ടല്ലേ. ഡോ എഫ് ബൈ ഡോ വൈക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇനിയിപ്പോ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണേ. ഡോ എഫ് ബൈ ഡോ വൈക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? -2y പ്ലസ് 2x നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് d/dx ഓഫ് ഡോ എഫ് ബൈ ഡോ y ഡാഷിന് പകരം d/dx ഓഫ് ഡോ എഫ് ബൈ ഡോ y ഡാഷിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 2y ഡബിൾ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈനസ് 2y ഡബിൾ ഡാഷ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു എന്താണ്? 0. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ y ഉള്ളവരെല്ലാം ഒരു സൈഡിലാക്കുക. ഈ 2y ഡബിൾ ഡാഷ് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? -2y ഡബിൾ ഡാഷ് അപ്പുറത്ത് വരുമ്പോൾ +2y ഡബിൾ ഡാഷ് ആവും. -2y അപ്പുറത്ത് പോകുമ്പോൾ +2y ആവും. ഓൾറെഡി ഇവിടെ എന്ത് കിടപ്പുണ്ട്? ഒരു 2x കിടപ്പുണ്ട്. എല്ലാ ടേമിലും നമുക്ക് എന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കാരണം 2 എല്ലാ ടൈമിലും കിടപ്പുണ്ട്. സോ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 2. അപ്പൊ 2 എല്ലായിടത്തും കട്ടായി പോകും. y ഡബിൾ ഡാഷ് പ്ലസ് y ഇസ് ഈക്വൽ ടു എന്ത് വരും? x. y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം? d² y/dx സ്ക്വയർ ആണെന്ന് അറിയാം, അല്ലെ? y ഡാഷ് എന്ന് പറയുന്നത് dy/dx, y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? d² y/dx സ്ക്വയർ. d² y ഡിവൈഡഡ് ബൈ dx സ്ക്വയർ പ്ലസ് y ഇസ് ഈക്വൽ ടു എന്താണ്? x. ഇതൊരു എന്ത് ഇക്വേഷൻ ആണ്? സെക്കൻഡ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്ത് ഇക്വേഷൻ ആണ്? ഒരു ഡിഫറൻഷ്യൽ ഓർഡർ 2 ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? സാധാരണ രീതിയിലെ പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ d/dx പകരം നമ്മൾ ക്യാപിറ്റൽ D എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. d/dx പകരം എന്ത് കൊടുക്കും? ക്യാപിറ്റൽ D. അങ്ങനെയാണെങ്കിൽ d²/dx സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ D² ആയിരിക്കും. സോ d²/dx സ്ക്വയർ എന്ത് വരും? d² കൂട്ടത്തിൽ y ഉണ്ട് പ്ലസ് y ഇസ് ഈക്വൽ ടു എന്താണ്? x. ഈ രണ്ട് ടേംസിൽ നിന്നും നമുക്ക് y കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? d² പ്ലസ് 1 ഇൻറ്റു y ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? x എന്ന് എഴുതാൻ പറ്റും. ശരിയാണല്ലോ? രണ്ട് ടേംസിൽ നിന്ന് y പുറത്തെടുത്താൽ d² പ്ലസ് 1 ഇൻറ്റു y ഈക്വൽ ടു എന്താണ്? x. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് d, അല്ലെ? ഇതൊരു ഫംഗ്ഷൻ ഓഫ് d ആണ്. നമ്മുടെ സാധാരണ രീതിയിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, വാട്ട് എവർ ഇറ്റ് ഈസ്, f ഓഫ് d ഇൻറ്റു y ഈക്വൽ ടു f ഓഫ് x. ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. f ഓഫ് d ഇൻറ്റു y ഈക്വൽ ടു f ഓഫ് x. ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ എത്തിക്കണം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ജോലി ഈ ഒരു ഫോർമാറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. f ഓഫ് d ഇൻറ്റു y ഈക്വൽ ടു f ഓഫ് x. ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് d. ഇവിടെ y ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഓഫ് x ഉണ്ട്. ഇങ്ങനെ ആക്കിയതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഉണ്ടോ നോക്കണം. റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഉണ്ട്. റൈറ്റ് സൈഡ് 0 ആയിരുന്നെങ്കിൽ നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രം മതിയായിരുന്നു സൊല്യൂഷൻ ആയിട്ട്. പക്ഷെ റൈറ്റ് സൈഡിൽ ഒരു ഫംഗ്ഷൻ കിടക്കുന്നത് കൊണ്ട് പർട്ടിക്കുലർ ഇന്റഗ്രൽ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, പർട്ടിക്കുലർ ഇന്റഗ്രലും കണ്ടുപിടിക്കണം. ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ. സോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഓക്സിലറി ഇക്വേഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ ഈ എഫ് ഓഫ് ഡി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലേ? ഈ എഫ് ഓഫ് എം ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ എന്താണ്? എഫ് ഓഫ് എം ഈക്വൽ ടു 0. ഇവിടെ എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് എന്താണ്? d² പ്ലസ് 1 ആണ്, നമുക്കറിയാം അല്ലെ? d² പ്ലസ് 1 ആണ്. എഫ് ഓഫ് എം എന്ന് പറയുന്നത് എന്ത് വരും?
ഡി മാറി എം ആകുമ്പോൾ ഇവിടെ ഡി മാറ്റി എം ആക്കണം. എം സ്ക്വയർ പ്ലസ് 1. എഫ് ഓഫ് എം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സോ ദ ഓക്സിലറി ഇക്വേഷൻ ഈസ് എഫ് ഓഫ് എം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു എന്താണ് 0. ഇവിടെ നിന്ന് എന്ത് കിട്ടും? എം സ്ക്വയർ ഈക്വൽ ടു -1. എം ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -1. ആൻസർ എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് ഐ. സോ സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ഓർ മൈനസ് ഐ. ഇനി നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരു ഓക്സിലറി ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് പഠിക്കാനുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലംസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഓക്സിലറി ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 3 രീതിയിൽ വരാം. 3 രീതി എന്ന് പറയുന്നത് നമുക്കൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് 2 റൂട്ട്സ് വരാം. നമുക്കറിയാം ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് 2 റൂട്ടുകളാണ് സാധാരണ രീതിയിൽ വരുന്നത്. ആ 3 കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ആ 2 റൂട്ടുകൾ ഈക്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ ആ 2 റൂട്ടുകൾ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ 2 റൂട്ടുകൾ ഇമാജിനറി അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കാം. ഇമാജിനറി പാർട്ട് വരുന്ന റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും വരുന്ന കോംപ്ലക്സ് നമ്പറുകളായിരിക്കാം. ഈ 3 സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ 3 സാധ്യതകളിലും സൊല്യൂഷൻ ഡിഫറെന്റ് ആണ്. 3 കേസുകളിലും 3 സൊല്യൂഷൻ ആണ്. അപ്പൊ ആ ഓരോ കേസുകളിലും എങ്ങനെയാണ് സൊല്യൂഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് ജനറൽ ആയിട്ട് ആദ്യമേ ഒന്ന് പഠിക്കാം. അതിനുശേഷം നമുക്ക് ഏത് കേസാണ് വന്നിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ സൊല്യൂഷൻ എഴുതി നമുക്ക് മുന്നോട്ട് പോകാം. സോ അപ്പൊ നമുക്കിനി അത് ചെയ്യാം. സോ അപ്പൊ ഞാൻ പറഞ്ഞു 3 രീതിയിൽ നമുക്ക് റൂട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. സോ എം എന്ന് പറയുമ്പോൾ ഇനി ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ ഒരല്പസമയത്തിന് ശേഷമായിരിക്കും വരുന്നത്. ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ഒരുപക്ഷെ വേറെ രീതിയിലായിരിക്കും. ഈ 3 കേസുകൾ ഏത് കേസ് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ ആ 3 കേസുകളും നീറ്റായിട്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് നമുക്ക് ആദ്യം നോക്കാം. സോ അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞു എം ഇസ് ഈക്വൽ ടു നമുക്ക് റൂട്ട് 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട് കിട്ടാം. M1, M2 ഇങ്ങനെ 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട് കിട്ടാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അഥവാ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് e റൈസ് ടു m1x c1 e റൈസ് ടു m1x പ്ലസ് c2 e റൈസ് ടു m2x. 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ടുകളാണ് കിട്ടുന്നതെങ്കിൽ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ M1, M2 എന്നുള്ള രീതിയിൽ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് c1 e റൈസ് ടു m1x പ്ലസ് c2 e റൈസ് ടു m2x ആയിരിക്കും. ഇനി ഈക്വൽ ആണെങ്കിൽ m എന്ന് പറയുന്ന റൂട്ട് M1, M1 തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ M2, M2 തന്നെയാണെങ്കിൽ രണ്ടും സെയിം ആയിട്ടുള്ള ആൻസറുകളാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് c1 പ്ലസ് c2x ഇൻറ്റു e റൈസ് ടു m1x ആയിരിക്കും. നമുക്ക് 2 ഈക്വൽ ആയിട്ടുള്ള റൂട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? c1 പ്ലസ് c2x ഇൻറ്റു e റൈസ് ടു m1x ആയിരിക്കും. ഇനി നമുക്ക് ഇമാജിനറി ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള റൂട്ടുകളാണ് കിട്ടുന്നതെങ്കിൽ സോ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്, ഈക്വൽ റൂട്ട്സ് ആൻഡ് കോംപ്ലക്സ് റൂട്ട്, ദീസ് ആർ ദ 3 കേസസ്. സോ നെക്സ്റ്റ് കോംപ്ലക്സ് റൂട്ടുകളാണ് കിട്ടുന്നതെങ്കിൽ m ഇസ് ഈക്വൽ ടു m1 പ്ലസ് ഓർ മൈനസ് im2. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ്. m is equal to m1 plus or minus im2. So m1 plus im2 ഒരു റൂട്ട്, m1 minus im2 അടുത്ത റൂട്ട്, അങ്ങനെ 2 റൂട്ടുകൾ m1 plus or minus im2 നമുക്ക് ഒറ്റയടിക്ക് എഴുതാം. സോ ഇങ്ങനത്തെ 2 റൂട്ടുകളാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് cf is equal to e raised to m1x into c1 cos m2x plus c2 sin m2x. ഇതായിരിക്കും നമ്മുടെ റൂട്ട്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് e റൈസ് ടു m1x ഇൻറ്റു c1 cos m2x പ്ലസ് c2 sin m2x. സോ ഇതാണ് നമ്മുടെ 3 കോംപ്ലിമെന്ററി ഫംഗ്ഷൻസ്. 3 കേസുകളിൽ നമ്മൾ എഴുതേണ്ട കോംപ്ലിമെന്ററി ഫംഗ്ഷൻസ് ആണ് ഇത്. സോ ഒന്നുകൂടെ പറയാം, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട്, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ടാണ് കിട്ടുന്നതെങ്കിൽ c1 e റൈസ് ടു m1x പ്ലസ് c2 e റൈസ് ടു m2x. ഈക്വൽ ആയിട്ടുള്ള റൂട്ടാണ് കിട്ടുന്നതെങ്കിൽ c1 പ്ലസ് c2x ഇൻറ്റു e റൈസ് ടു m1x. ദെൻ കോംപ്ലക്സ് ആയിട്ടുള്ള റൂട്ടാണ് കിട്ടുന്നതെങ്കിൽ e റൈസ് ടു m1x ഇൻറ്റു c1 cos m2x പ്ലസ് c2 sin m2x. ഇതാണ് നമ്മുടെ 3 കേസുകൾ. ഇതിനകത്ത് ഏത് കേസാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ നമുക്ക് കിട്ടിയ റൂട്ട് എന്താണ്? m is equal to പ്ലസ് ഓർ മൈനസ് i വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തേർഡ് കേസാണ്. കാരണം തേർഡ് കേസിൽ മാത്രമല്ലേ i വരുന്നുള്ളൂ. കണ്ടോ, i കണ്ടോ? സോ നമുക്ക് കിട്ടിയ റൂട്ട് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള റൂട്ടാണ്. സോ അതിന് റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. റിയൽ പാർട്ടാണ് m1, ഇമാജിനറി പാർട്ടാണ് m2. സോ ഇവിടെ ഐയുടെ കോയിഫിഷ്യന്റ് ആണ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഐയുടെ കോയിഫിഷ്യന്റ് 1 ആണ്. 1 ആയിട്ടുള്ള ഇമാജിനറി പാർട്ട് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ റിയൽ പാർട്ട് ഇവിടെ 0 ആണ്.
അപ്പൊ ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഈ രീതിയിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഫൈനൽ സൊല്യൂഷൻ എഴുതാം, അതായിരിക്കും എളുപ്പം. സോ എം ഇസ് ഈക്വൽ ടു, ഇനി നമ്മുടെ ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. സോ എം ഇസ് ഈക്വൽ ടു m1 പ്ലസ് ഓർ മൈനസ് im2 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതണം. സോ ഇവിടെ പ്ലസ് ഓർ മൈനസ് ഐ മാത്രം നമ്മുടെ കയ്യിലുണ്ട്. പ്ലസ് ഓർ മൈനസ് ഐയുടെ കൂടെ എനിക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, ഒരു 1 വേണമെങ്കിൽ എഴുതാം, ഇവിടെ ഒരു 0 എഴുതാം. ഇപ്പൊ ഞാൻ എഴുതിയ സാധനവും ഇവിടെ കിടക്കുന്ന സംഭവം ഒന്ന് തന്നെയല്ലേ? 0 പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു 1, അത് പ്ലസ് ഓർ മൈനസ് ഐ തന്നെയല്ലേ? 0 കൂട്ടിയാലും 1 കൊണ്ട് ഗുണിച്ചാലും വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ലല്ലോ. എന്തിനു വേണ്ടി എങ്ങനെ എഴുതുന്നത്? നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്റെ രീതിയിലേക്ക് ഒന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പം ഇതിനെ എന്തുമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാം? m1 പ്ലസ് ഓർ മൈനസ് im2 ആയിട്ട് കമ്പയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ m1 കിട്ടും m2 കിട്ടും. m1 m2 കിട്ടിയാൽ നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നേരിട്ട് തന്നെ എഴുതാം. സോ അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ആയിട്ടുള്ള കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു e റൈസ് ടു m1x. m1 എന്ന് പറയുന്നത് എന്താണ്? 0. സോ 0x ഇൻറ്റു c1 cos m2x. m2 എന്ന് പറയുന്നത് എന്താണ്? 1. 1x എന്ന് പറഞ്ഞാൽ x എന്ന് എഴുതിയാൽ പോരെ, 1x എന്ന് എഴുതേണ്ട ആവശ്യമില്ല. 1 എന്ന് എഴുതിയാലും 1 എഴുതിയില്ലെങ്കിലും സെയിം എഫക്റ്റ് അല്ലേ. പ്ലസ് c2 sin m2x. m2 എന്ന് പറയുന്നത് 1 ആണ്, 1x എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? x. e raised to 0x, any number raised to 0 is 1. So e raised to 0x is 1. So the final solution is complementary function എന്ന് പറയുന്നത് എന്താണ്? c1 cos x plus c2 sin x. സോ ഇപ്പൊ നമുക്ക് എന്തേ കിട്ടിയിട്ടുള്ളൂ? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ കിടപ്പുണ്ട്. ഫംഗ്ഷൻ കിടപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്തും കണ്ടുപിടിക്കണം? പർട്ടിക്കുലർ ഇന്റഗ്രലും കണ്ടുപിടിക്കണം. സോ അപ്പൊ നമുക്കിനി അടുത്ത പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ പരിപാടിയിലേക്ക് പോകാം. സോ അപ്പൊ നമുക്കിനി പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പുകളിലേക്ക് പോകാം. ഇത് നമ്മൾ നേരത്തെ എഴുതിയിട്ടൊരു സ്റ്റെപ്പാണ്. ഡി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ്. ഇതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതെല്ലാം ലെഫ്റ്റിൽ എഴുതിയതായിരുന്നു. സോ ഇതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണ്. നമുക്ക് ഏതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയാലും നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ഈ രീതിയിലേക്ക് മാറ്റിയതിന് ശേഷം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എം ഈക്വൽ ടു 0 ആണെന്ന് ഞാൻ പറഞ്ഞു. സോ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു 1 ബൈ ഫൈ ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇതാണ് പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു 1 ബൈ ഫൈ ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇത് വെച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. സോ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു 1 ബൈ ഫൈ ഓഫ് ഡി. ഇൻ ദിസ് കേസ് ഫൈ ഓഫ് ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി സ്ക്വയർ പ്ലസ് 1 ആണ്. ഡി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്. സോ 1 ബൈ ഡി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ്. ഞാൻ പറഞ്ഞു, ഇപ്പം ഒരു കാര്യം പറയാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആള് ഇ റൈസ് ടു എ എക്സ് ആണെങ്കിലോ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ആണെങ്കിലോ കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ആണെങ്കിലോ നമ്മൾ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയിലാണ്. അതിന് അതിൻ്റെതായ മെത്തേഡുകളുണ്ട്. ഇ റൈസ് ടു എ എക്സോ അല്ലെങ്കിൽ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബിയോ അല്ലെങ്കിൽ കോസ് ഓഫ് എ എക്സ് പ്ലസ് ബിയോ ആണെങ്കിൽ അതിന് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള മെത്തേഡുകളുണ്ട്, അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. അല്ലാതെ ജനറൽ ആയിട്ട് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് പോളിനോമിയലിന്റെ രീതിയിൽ ഇപ്പൊ എക്സ് സ്ക്വയർ 2x അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ആ ഫൈ ഓഫ് ഡി എ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. ഡിനോമിനേറ്റർ കിടക്കുന്ന ഫൈ ഓഫ് ഡി എ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയതിനു ശേഷം സീരീസ് എക്സ്പാൻഷൻ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈലർ സീരീസ് എക്സ്പാൻഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. സോ 1 ബൈ ഫൈ ഓഫ് ഡി ഇൻറ്റു എക്സ്. ഈ ഫൈ ഓഫ് ഡിയെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? ഡി സ്ക്വയർ പ്ലസ് 1 എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 1 പ്ലസ് ഡി സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാം ഇൻറ്റു എക്സ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഡി സ്ക്വയർ പ്ലസ് 1 ആണെങ്കിൽ നമ്മൾ 1 പ്ലസ് എന്ന് തുടങ്ങുന്ന രീതിയിലേക്ക് മാറ്റണം. ഇപ്പൊ ഡി സ്ക്വയർ പ്ലസ് 1 ആണെങ്കിൽ തിരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് ഡി സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1 പ്ലസ് അല്ലെങ്കിൽ 1 മൈനസ് എന്ന് തുടങ്ങുന്ന രീതിയിലേക്ക് മാറ്റുക. സീരീസ് എക്സ്പാൻഷൻ അപ്ലൈ ആണ്. കാരണം നമുക്ക് കിടക്കുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ആ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇ റൈസ് ടു എ എക്സോ അല്ലെങ്കിൽ സൈൻ ഓഫ് എക്സ് പ്ലസ് ബി അല്ലെങ്കിൽ കോസ് ഓഫ് എക്സ് പ്ലസ് ബി ഈ 3 ഫോർമാറ്റുകൾ അല്ലാത്ത പക്ഷം ഒരു ചെറിയ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചെറിയ പോളിനോമിയൽ ഫോർമാറ്റിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ അതിന്റെ ഈ ഫൈ ഓഫ് ഡി മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ സീരീസ് എക്സ്പാൻഷൻ അപ്ലൈ ആണ് ചെയ്യുന്നത്. സോ 1 പ്ലസ് ഡി സ്ക്വയർ മുകളിൽ പോയാൽ എന്ത് കിട്ടും? 1 പ്ലസ് ഡി സ്ക്വയർ റേസ് ടു മൈനസ് 1 എന്ന് എഴുതാലോ. ഇൻറ്റു എന്ത് വരും? എക്സ്. 1 പ്ലസ് ഡി സ്ക്വയർ റേസ് ടു മൈനസ് 1. ഇനിയിപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ള 1 പ്ലസ് എക്സ് റേസ് ടു മൈനസ് 1ന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻ നോക്കണം. 1 പ്ലസ് എക്സ് റേസ് ടു മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സെട്ര. ഈ രീതിയിലാണ് അതിന്റെ ആൻസർ പോകുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇത് അപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് ഡി സ്ക്വയർ
പ്ലസ് ഡി റൈസ് ടു 4 മൈനസ് എക്സെട്ര എന്ന് പറഞ്ഞ ആൻസർ പോകും ഇൻറ്റു എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. ഡി സ്ക്വയർ ഓഫ് എക്സ്, ഡി സ്ക്വയർ ഡി റൈസ് ടു 4 എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. ശരിക്കും ഫൈ ഓഫ് ഡി എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. കാരണം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ്. കാരണം ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ആണ്. ഞാൻ ഫസ്റ്റിലെ തന്നെ പറഞ്ഞു എന്തിനാണ് നമ്മൾ ഡി ബൈ ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ക്യാപിറ്റൽ ഡിക്കാണ്, സോറി ഡി ബൈ ഡി എക്സിനാണ് ക്യാപിറ്റൽ ഡി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുന്നത്. സോ അപ്പൊ ഈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സിംപ്ലി ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് എക്സ്. കാരണം എക്സിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആണെന്ന് നമുക്കറിയാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആണ്. 1ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് എക്സിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 0. അപ്പം ബാക്കിയെല്ലാം എന്തായി പോകും? 0 പ്ലസ് 0 അങ്ങനെ പോകും. സോ ദ ആൻസർ ഈസ് സിംപ്ലി എക്സ്. സോ അപ്പൊ നമുക്ക് എക്സ് മാത്രമാണ് എന്തായിട്ട് കിട്ടുന്നത്? ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷനും കിട്ടി, പർട്ടിക്കുലർ ഇന്റഗ്രലും കിട്ടി. കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രലും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. സോ ഫൈനൽ സൊല്യൂഷൻ y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? c1 cos x പ്ലസ് c2 sin x പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? x. സോ അപ്പൊ നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ കിട്ടി. ഇനിയാണ് ഇത് ദിസ് ഈസ് എ ജനറൽ സൊല്യൂഷൻ. കാരണം ഇവിടെ എന്ത് കിടപ്പുണ്ട്? c1 കിടപ്പുണ്ട്, c2 കിടപ്പുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ 2 കോൺസ്റ്റന്റുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ 2 കോൺസ്റ്റന്റുകളെയും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കണ്ടീഷൻസ് അല്ലെങ്കിൽ 2 ഹിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അവയുടെ സഹായത്തോടു കൂടി കോൺസ്റ്റന്റിനെ എലിമിനേറ്റ് ചെയ്യുന്നു. ഫൈനൽ ആയിട്ടുള്ള പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. ദിസ് ഈസ് എ ജനറൽ സൊല്യൂഷൻ. വി നീഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ. സോ അപ്പൊ നമുക്ക് ആ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് കോൺസ്റ്റന്റുകളെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷനും ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള 2 കണ്ടീഷൻസും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഓരോ കണ്ടീഷൻസ് ആയിട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ ഫൈനൽ സൊല്യൂഷൻ കോൺസ്റ്റന്റുകൾ ഇല്ലാതെ കണ്ടുപിടിക്കുന്നു. അതാണ് നമ്മുടെ നെക്സ്റ്റ് ജോലി. സോ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ എടുക്കുന്നു. y ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 0. അതായത് എക്സിന് 0 കൊടുത്താൽ വൈക്കും എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? 0 കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ഇക്വേഷനിൽ വൈക്ക് 0 കൊടുക്കാം. കറസ്പോണ്ടിങ്ങിലി എക്സ് കാണുന്നിടത്തല്ലേ എന്ത് കൊടുക്കണം? ഞാൻ 0 കൊടുക്കണം. 0 കൊടുക്കുമ്പോൾ എന്ത് വരും? c1 cos 0 പ്ലസ് c2 sin 0 പ്ലസ് 0. സോ 0 ഈക്വൽ ടു cos 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ c1 into 1 c1 തന്നെ കിട്ടും. sin 0 എന്ന് പറയുന്നത് എന്താണ്? 0. 0 into c2 0 ആണ് പ്ലസ് 0. സോ ദിസ് ഇംപ്ലൈസ് c1 ഈക്വൽ ടു എന്ത് കിട്ടി? 0. c1 ഈക്വൽ ടു 0 കിട്ടി. ഇതാണ് നമ്മുടെ നിലവിൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ജനറൽ സൊല്യൂഷൻ. പർട്ടിക്കുലർ ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്തു. അവിടെ നിന്നും c1 ഈക്വൽ ടു 0 കിട്ടി. ഇനി ഈ കണ്ടീഷൻ കൊണ്ട് നമ്മുടെ ജനറലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? y ഈക്വൽ ടു c1ന് പകരം 0 കൊടുക്കുമ്പോൾ ഈ ഒരു ഫസ്റ്റ് ടേം എന്തായി പോകും? 0 ആയി പോകും. ശരിയല്ലേ? c1ന് പകരം 0 കൊടുക്കുമ്പോൾ ഈ കാണുന്ന ആദ്യത്തെ ടേം 0 ആയി പോകും. 0 into cos x 0 ആണ്. ബാക്കി ആര് മാത്രമേ ഉള്ളൂ? c2 sin x പ്ലസ് x. ഇതാണ് നമ്മുടെ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ, മോസ്റ്റ് പർട്ടിക്കുലർ സൊല്യൂഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫൈനൽ പർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് വരും. സോ അടുത്തത് എന്താണ്? ഈ c2 കൂടെ കളയേണ്ടിയിരിക്കുന്നു. y ഓഫ് π by 2 ഈക്വൽ ടു 0. ഇതിന് ശേഷം വേണം, അതായത് ഇവിടുന്ന് കിട്ടിയ ഉത്തരം തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം വേണം അടുത്ത കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. സോ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? y ഓഫ് π by 2 ഈക്വൽ ടു 0. അതായത് എക്സിന് പകരം π by 2 കൊടുത്താൽ വൈക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? 0. ജനറലി y ഓഫ് x എന്ന് പറഞ്ഞല്ലേ നമ്മൾ എഴുതുന്നത്. അതായത് അകത്ത് കിടക്കുന്ന എക്സിന് പകരം എനിക്ക് π by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈക്ക് പകരം വൈയുടെ ഉത്തരമായിട്ടുള്ള 0 എനിക്ക് കൊടുക്കാൻ പറ്റും. സോ വൈക്ക് പകരം എനിക്ക് 0 കൊടുക്കാം. കറസ്പോണ്ടിംഗ്ലി ഞാൻ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോണം? π by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? c2 sin π by 2 പ്ലസ് ഇവിടെയും കാണുന്നുണ്ട് x, അവിടെയും π by 2 കൊടുക്കണം. സോ 0 is equal to sin π by 2. sin 0 0 ആണ്, sin 90 1 ആണ്. സോ c2 into 1 c2 ആണ്, പ്ലസ് എന്ത് വരും? π by 2. ഈ പ്ലസ് π by 2 ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? c2 equal to minus π by 2. സോ അപ്പൊ നമുക്ക് c2ന്റെ വാല്യൂ എന്ത് കിട്ടി? മൈനസ് π by 2 കിട്ടി. ഈ c2ന്റെ വാല്യൂ നമ്മുടെ തൊട്ട് മുമ്പേ ഇരിക്കുന്ന ഇക്വേഷനിലേക്ക്, ഇക്വേഷൻ നമ്പർ 2 കൊടുക്കണം. ഇക്വേഷൻ നമ്പർ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള എന്ത് കിട്ടിക്കോളും? ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ, പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കോളും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? y is equal to c2ന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? മൈനസ് π by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. sin x പ്ലസ് എന്ത് വരും? x. സോ y is equal to
പ്ലസ് ഉള്ള ടൈം ഒന്ന് ആദ്യം എഴുതുന്നു എന്ന് മാത്രം, മൈനസ് ഉള്ള ടൈം രണ്ടാമത് എഴുതി. 5/2 sin x. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ. y ഈക്വൽ ടു x മൈനസ് 5/2 sin x. ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കർവ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ I is equal to, അതൊരു ഇന്റഗ്രൽ ആണ്, ഇന്റഗ്രൽ 0 to 1 y dash square plus 12xy dx with the y of 0 equal to 0 and y of 1 is equal to 1. അത് രണ്ട് കണ്ടീഷൻസ് ആണ്, നമുക്ക് കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കണ്ടീഷൻസ് ആണ്. സോ ക്യാൻ ബി എന്താണ്, എക്സ്ട്രീമൈസ്ഡ്. സോ ഇതൊരു എക്സ്ട്രീമൈസേഷൻ പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് എഴുതുക. ഒറ്റ ഇന്റഗ്രലേ തന്നിട്ടുള്ളൂ. ഐസോപെരിമെട്രിയുടെ രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് ഫംഗ്ഷൻസ് വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഒരു ഡയറക്റ്റ് പ്രോബ്ലം ആണ്, ഒരു സിംഗിൾ ഫംഗ്ഷനെ വന്നിട്ടുള്ളൂ. സോ നമുക്ക് ഡയറക്റ്റ് ഓയിലേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ അതൊന്ന് സോൾവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. സോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് അത് ആദ്യം എഴുതുക. എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, വൈ ഡാഷ് സ്ക്വയർ പ്ലസ് 12xy. വൈ ഡാഷ് സ്ക്വയർ പ്ലസ് 12xy ആണ് എന്തെന്ന് പറയുന്നത്, എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഓയിലേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, the Euler's equation is dou f divided by dou y minus dou f divided by dou y dash d by dx of dou f by dou y dash equal to എന്താണ് 0. dou f by dou y minus derivative of d by dx of dou f by dou y dash equal to എന്താണ് 0. so dou f by dou y എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ f of x y y dash നെ y വെച്ച് മാത്രം എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y dash ന്റെ ഡെറിവേറ്റീവ് 0, 12x into y ഡെറിവേറ്റീവ് 1 ആയി പോകും, മൈനസ് d by dx of dou f by dou y dash. y dash വെച്ച് ഇതിനെ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y dash ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 2y dash. 12x ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, കാരണം അത് y dash നെ ഡിപെൻഡ് ചെയ്യുന്നില്ല, പാർഷ്യൽ ആയിട്ടാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഈക്വൽ ടു എന്താണ് 0. സോ 12x മൈനസ് 2 into y dash ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറയുന്നത് എന്താണ്, y ഡബിൾ ഡാഷ്. 2 into y ഡബിൾ ഡാഷ് ഈക്വൽ ടു എന്താണ് 0. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതാൻ പറ്റും, 2 into y double dash is equal to നമുക്ക് എന്ത് കിട്ടും, 12x കിട്ടും അല്ലേ. 2 into y double dash is equal to 12x കിട്ടും. ഈ മൈനസ് 2y ഡബിൾ ഡാഷ് നമ്മൾ അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ 2 into y double dash equal to 12x കിട്ടും. അവിടുന്ന് y double dash equal to എന്ത് കിട്ടും, 6x. 2 അപ്പുറത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് y double dash equal to എന്ത് കിട്ടും, 6x. സോ അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, y double dash ഉണ്ട്. അത് y dash ആക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, y double dash എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് y എന്നാണ് അല്ലേ. അപ്പം അത് ഫസ്റ്റ് ഓർഡർ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡെറിവേറ്റീവ് അപ്പുറത്ത് പോയി എന്താക്കുക, ഇന്റഗ്രേഷൻ ആക്കുക. കാരണം ഇവിടെ വിത്ത് റെസ്പെക്ട് വേരിയബിൾ y x ഡയറക്റ്റ് ആയിട്ട് ഉള്ളതുകൊണ്ട്. സോ y ഡാഷ് ഈക്വൽ ടു എന്ത് കിട്ടും, 6 into ഇന്റഗ്രൽ x dx എന്ന് കിട്ടും. അതായത് ഒരു ഡാഷ് അപ്പുറത്ത് പോയി എന്തായി, ഇന്റഗ്രലായി. ഒരു ഡെറിവേറ്റീവ് അപ്പുറത്ത് പോയി ഇന്റഗ്രലായി. നമുക്കറിയാം, ഇപ്പൊ പ്ലസ് അപ്പുറത്ത് പോയി മൈനസ് ആവും, മൈനസ് അപ്പുറത്ത് പോയി പ്ലസ് ആവും, ഇൻറ്റു അപ്പുറത്ത് പോയി ഡിവൈഡ് ആവും, ലോഗ് അപ്പുറത്ത് പോയി ആന്റി ലോഗരിതം ആവും എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഡെറിവേറ്റീവിന്റെ റിവേഴ്സ് പ്രോസസ് ആണ് ഇന്റഗ്രേഷൻ. ഡെറിവേറ്റീവ് ഈക്വൽസ് അതിന്റെ അപ്പുറത്ത് പോയാൽ എന്താവും, ഇന്റഗ്രേഷൻ ആവും. സോ 6 into x ന്റെ ഇന്റഗ്രൽ എന്താണ്, x square by 2 plus integration constant c1. ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3. സോ ദ ആൻസർ ഈസ് 3x square plus എന്ത് കിട്ടി, c1. സോ ഇതെന്താണ്, y dash ആണ്, നമുക്ക് വേണ്ടത് y ആണ്. സോ y is equal to ഈ ഡെറിവേറ്റീവ് അപ്പുറത്ത് പോയി എന്താക്കുക, ഇന്റഗ്രേഷൻ ആക്കുക. 3 into ഇന്റഗ്രൽ x square dx plus c1 into ഇന്റഗ്രൽ dx. സോ c1 ന്റെ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ y is equal to 3 into x square ഇന്റഗ്രൽ എന്താണ്, x cube by 3 പ്ലസ് c1 into 1 into ഇന്റഗ്രൽ എന്താണ്, x പ്ലസ് ഇന്റഗ്രേഷൻ കഴിഞ്ഞ അടുത്ത കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c2 ആഡ് ചെയ്യണം. 3 കട്ടായാൽ എന്ത് കിട്ടും, y equal to x cube plus c1x പ്ലസ് എന്താണ് c2. സോ x cube plus c1x plus c2. ഇനി ഈ c1 ഉം c2 ഉം കണ്ടുപിടിക്കാനായിട്ടുള്ള കണ്ടീഷൻസ്, ഇനിഷ്യൽ കണ്ടീഷൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, y of 0 എന്ന് പറയുന്നത് എന്താണ്, 0. സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ y of 0 equal to 0 അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് y-ക്ക് പകരം എനിക്ക് 0 കൊടുക്കാം, x-നും കൂടെ ഞാൻ എന്ത് കൊടുത്തോണം, 0 കൊടുത്തോണം. സോ കൊടുക്കുമ്പോൾ എന്ത് വരും, 0 equal to ഇത് 0 ആയപ്പോൾ ഇത് 0 ആയപ്പോൾ c2. സോ c2 equal to 0 എന്നുള്ള ഒരു ആൻസർ കിട്ടും. ഈ ആൻസർ തിരിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, y equal to x cube plus c1x. c2 എന്തായി പോയി, 0 ആയി പോയി. നെക്സ്റ്റ് കണ്ടീഷൻ y of 1 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. y of 1 equal to 1. y-ക്ക് പകരം എനിക്ക് 1 കൊടുക്കാം, x-നും കൂടെ ഞാൻ എന്ത് കൊടുത്തോണം, 1 കൊടുത്തോണം. അതാണ് ഇതിന്റെ മീനിങ്. 1 cube plus c1 into 1. സോ 1 is equal to 1 plus c1. 1 കട്ടായാലും c1 equal to എന്താണ്, 0. ഈ c1 0 എന്നുള്ള കണ്ടീഷൻ തൊട്ട് മേളിലുള്ള റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇക്വേഷനിലേക്ക് കൊടുക്കുക. y equal to x cube plus c1 ന് പകരം 0 കൊടുത്താൽ 0 ആയി പോകും. y is equal to എന്താണ്, x cube. സോ ദിസ് ഈസ് ദ കർവ്.
ഫൈൻഡ് ദ കർവ് ഇൻ വിച്ച് ദിസ് ഫംഗ്ഷൻ ക്യാൻ ബി എക്സ്ട്രീമൈസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? y is equal to x ക്യൂബ് എന്നുള്ള കർവിലാണ് ഈ ഫംഗ്ഷൻ എന്താവുന്നത്? എക്സ്ട്രീമൈസ്ഡ് ആവുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എക്സ്പ്രസ് f of x equal to x cube minus 5x square plus x plus 2 in terms of legendary polynomial. നമുക്കറിയാം ലെജൻഡറി പോളിനോമിയലിന്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് Pn of x equal to 1 by 2 raised to n into n factorial into d raised to n by dx raised to n into x square minus 1 whole raised to n. ഇതാണ് അതിന്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ. നമുക്കറിയാം ഇവിടെ നിന്നാണ് P0 of x, P1 of x, P2 of x, P3 of x നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ പഠിച്ചാൽ മതി. അതായത് P0 of x എന്ന് പറയുന്നത് എന്നിന് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് 1 കിട്ടും. സോ ഇപ്പൊ P0 of x എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി 1 ആണ്. അതേപോലെ P1 of x എന്ന് പറയുന്നത് എന്നിന് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ആൻസർ x കിട്ടും. P2 of x എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് കിട്ടുന്നത് 3x square minus 1 by 2 ആയിരിക്കും. P3 of x വരെ മിനിമം പഠിച്ചിരിക്കണം. P3 of x എന്ന് പറയുന്നത് 5x cube minus 3x divided by 2 ആയിരിക്കും. സോ ഈ 4 ഇക്വേഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിന് പകരം P1 of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2നെ നമുക്ക് 2 into 1 എന്ന് വേണമെങ്കിൽ എഴുതാം. ആ 1ന് പകരം വേണം P0 of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് x സ്ക്വയറിനും x ക്യൂബിനും കൊടുക്കാൻ സബ്സ്റ്റിറ്റ്യൂഷൻസ് വേണം ഇൻ ടേംസ് ഓഫ് P2 ആൻഡ് P3, P1 ആൻഡ് P0. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് നമുക്ക് ഡയറക്റ്റ് 1, 2 കൊടുക്കാം ഫസ്റ്റിലത്തെ 2 ഇക്വേഷന്. കാരണം ഇത് രണ്ടും നമുക്ക് നേരിട്ട് കൊടുക്കാവുന്ന രീതിയിലാണ് കിടക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് P2 of x equal to 3x square minus 1 by 2 എന്നുള്ള ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ x സ്ക്വയറിന് ഒരു വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ x സ്ക്വയറിന്റെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ 2 ഇങ്ങോട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്നു. എന്താ സംഭവിക്കും? 2 into P2 of x equal to 3x square minus 1. അവിടുന്ന് -1 ഇപ്പുറത്തെടുത്താൽ 3x square equal to 1 plus 2 into P2 of x. So 3x square equal to ഈ 1ന് പകരം ഫ്രം ഇക്വേഷൻ നമ്പർ 1 എനിക്ക് 1ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? P0 of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ P0 of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പ്ലസ് എന്താണ്? 2 into P2 of x. സോ നമുക്ക് x സ്ക്വയറിന് പകരം എന്ത് കിട്ടും? ഈ ഇൻറ്റു 3 പുറത്ത് വരുമ്പോൾ ബൈ 3 ആകും. 1/3 into P0 of x പ്ലസ് 2 into P2 of x. സോ ഇതാണ് നമ്മൾ എന്തിനു കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ? x സ്ക്വയറിന് പകരം നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കുക. കാരണം 1ഉം 2ഉം 3ഉം 4ഉം ആണ് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഫ്രം ദിസ് ഇക്വേഷൻ P3 of x equal to 5x cube minus 3x by 2 we needed to get a substitution for x cube. നമുക്ക് derive a substitution for x cube. സോ x ക്യൂബിന് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു. 2 into P3 of x എന്ന് പറയുന്നത് എന്താണ്? 2 into P3 of x equal to 5x cube minus 3x. 5x cube minus 3x. ഈ ഇക്വേഷനിൽ നിന്ന് എന്ത് കിട്ടും? 5x cube equal to 3x plus 2 into P3 of x. So 5x cube is equal to 3 into x-ന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഫ്രം ഇക്വേഷൻ നമ്പർ 2 x-ന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? P1 of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P1 of x plus 2 into P3 of x. സോ അതായത് x ക്യൂബിന് പകരം ഇവിടെ ഇൻറ്റു ചെയ്ത 5 ഇപ്പുറത്തോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/5 into 3 into P1 of x plus 2 into P3 of x. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ എന്തെന്ന് വിളിക്കുന്നു? 4 എന്ന് വിളിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം ഇക്വേഷൻ നമ്പർ 3ഉം 4ഉം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ ആയിക്കോളും. സോ f of x equal to, therefore f of x is equal to x ക്യൂബിന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? ഫ്രം ഇക്വേഷൻ നമ്പർ 4 x ക്യൂബിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? 1/5 into 3 into P1 of x plus 2 into P3 of x minus 5 into x സ്ക്വയറിന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? x സ്ക്വയറിന് പകരം ഫ്രം ഇക്വേഷൻ നമ്പർ 3 x സ്ക്വയറിന് പകരം 1/3 into P0 of x plus 2 into P2 of x plus
എക്സിന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? ഫ്രം ഇക്വേഷൻ നമ്പർ 1 ഫ്രം ഇക്വേഷൻ നമ്പർ 2 എക്സിന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? p1 ഓഫ് എക്സ് പ്ലസ് 2നെ എനിക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? 2 into 1 എന്ന് എഴുതാം. ആ 1ന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? ഫ്രം ഇക്വേഷൻ നമ്പർ 1 p0 ഓഫ് എക്സ് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. p0 ഓഫ് എക്സ്. സോ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ ഫൈനൽ ആൻസർ ആവും. ആദ്യമേ ഈ 1/5 അകത്തേക്ക് കൊടുത്താൽ 3/5 into p1 ഓഫ് എക്സ് പ്ലസ് 2/5 into p3 ഓഫ് എക്സ്. ഈ -5/3 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ -5/3 into p0 ഓഫ് എക്സ് -2 into 5 10/3 into p2 ഓഫ് എക്സ് പ്ലസ് ബാക്കി രണ്ടുപേര് p1 ഓഫ് എക്സ് പ്ലസ് 2 into p0 ഓഫ് എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു p3 ഓഫ് എക്സിന്റെ ഒരൊറ്റ ടൈമേ മൊത്തത്തിലുള്ളൂ, അയാളെ അങ്ങ് ആദ്യമേ എഴുതുന്നു. 2/5 into p3 ഓഫ് എക്സ്. p2 ഓഫ് എക്സിന്റെയും ഒരൊറ്റ ടൈമേ ഉള്ളൂ, അത് രണ്ടാമത് എഴുതുന്നു. -10/3 into p2 ഓഫ് എക്സ്. ദെൻ 3/5 p1 ഓഫ് എക്സിന്റെ കൂടെ ഒരു p1 ഓഫ് എക്സ് കൂട്ടിയാൽ എന്ത് കിട്ടും? 3/5ന്റെ കൂടെ 1 കൂട്ടിയാൽ എന്ത് കിട്ടും? 8/5 കിട്ടും. സോ ദ ആൻസർ ഈസ് 8/5 p1 ഓഫ് എക്സ്. സംശയം ഉണ്ടെങ്കിൽ ക്രോസ് ചെയ്യാൻ നോക്കാം. 3/5 p1 ഓഫ് എക്സ് പ്ലസ് ഒരു p1 ഓഫ് എക്സ് 3 p1 ഓഫ് എക്സ് പ്ലസ് 5 p1 ഓഫ് എക്സ് ബൈ 3 എന്ന് വരും. സോ 8 p1 ഓഫ് എക്സ് ബൈ 5 എന്ന് വരും. 8 p1 ഓഫ് എക്സ് ബൈ 5 എന്ന് വരും, അതായത് 8/5 p1 ഓഫ് എക്സ്. ദെൻ -5/3 p0 ഓഫ് എക്സ് പ്ലസ് 2 into p0 ഓഫ് എക്സ്, അല്ലെങ്കിൽ -5/3 p0 ഓഫ് എക്സ് പ്ലസ് 2 p0 ഓഫ് എക്സ്, അതായത് 2 p0 ഓഫ് എക്സ് -5/3 p0 ഓഫ് എക്സ്. 2 - 5/3 എന്ന് പറയുന്നത് എന്താണ്? 1/3 ആണ്. സോ ദ ആൻസർ ഈസ് പ്ലസ് 1/3 into p0 ഓഫ് എക്സ്. സംശയം ഉണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് നോക്കുക. അതല്ലേ 2 - 5/3 എന്നല്ലേ വരുന്നത്? 2 - 5/3 ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 6 - 5/3 എന്ന് വരും. 6 - 5/3 എന്താണ്? 1/3. സോ 1/3 into p0 ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ. 2/5 p3 ഓഫ് എക്സ് മൈനസ് 10/3 p2 ഓഫ് എക്സ് പ്ലസ് 8/5 p1 ഓഫ് എക്സ് പ്ലസ് 1/3 into p0 ഓഫ് എക്സ്. ഇതാണ് ലെജൻഡറി പോളിനോമിയലിന്റെ ടേംസിലെ നമ്മുടെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ആൻസർ. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സ്ഫിയർ ഇസ് എ സോളിഡ് ഫിഗർ ഓഫ് റെവല്യൂഷൻ ഫോർ വിച്ച് ഗിവൺ സർഫസ് ഏരിയ ഹാസ് മാക്സിമം വോളിയം. സ്ഫിയർ എന്ന് പറയുന്നത് ഒരു സോളിഡ് ഫിഗർ ഓഫ് റെവല്യൂഷൻ ആണ്. ഗിവൺ സർഫസ് ഏരിയയിൽ, ഇപ്പൊ ഗിവൺ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതൊരു കോൺസ്റ്റന്റ് ആണ്. ഗിവൺ സർഫസ് ഏരിയയിൽ നമുക്ക് എന്ത് കിട്ടണം? മാക്സിമം ആയിട്ടുള്ള വോളിയം കിട്ടണം. അത്തരത്തിലുള്ള ഒരു സോളിഡ് ഫിഗർ ഓഫ് റെവല്യൂഷൻ ആണ് എന്ത്? സ്ഫിയർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. സോ അതായത് ആ കർവ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതൊരു ഐസോപെരിമെട്രിക് പ്രോബ്ലം ആണ്. ഗിവൺ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം h is equal to f plus lambda g എന്ന രീതിയിലാക്കിയാണ് നമ്മൾ ഒരു ഐസോപെരിമെട്രിക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ അതിന്റെ കേസിൽ തന്നെ ആ g എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കണം എന്ന് നമുക്കറിയാം. ആ രീതിയിൽ നമുക്ക് ഗിവൺ സർഫസ് ഏരിയ ഹാസ് എ എന്ന് പറയുന്നുണ്ട്. ഗിവൺ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ സർഫസ് ഏരിയ ഫിക്സഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇപ്പോൾ വോളിയത്തിന്റെ ഫോർമുല എഴുതണം, സർഫസ് ഏരിയയുടെ ഫോർമുല എഴുതണം. അവിടെ നിന്നും f of x y y ഡാഷും g of x y y ഡാഷും കിട്ടും. h is equal to f plus lambda g എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ആയി കഴിഞ്ഞു. അവിടെ നിന്ന് ഓയിലേഴ്സ് ഫോർമുല അനുസരിച്ച് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി റെഡ്യൂസ് ചെയ്തെടുത്ത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി അത് സോൾവ് ചെയ്ത് ഏത് കർവ് ആണ് കിട്ടുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, സോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യമേ എന്തിന്റെ ഫോർമുല എഴുതണം? വോളിയത്തിന്റെ ഫോർമുല എഴുതണം. സോ വോളിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വോളിയം ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ഇന്റഗ്രേഷൻ. സോ വോളിയം I is equal to ഇന്റഗ്രൽ. നമ്മൾ ഈ ഒരു സ്ഫിയർ നിൽക്കുന്നത് കോർഡിനേറ്റ് ആക്സിസിലാണെന്ന് സങ്കല്പിക്കുക. അതായത് ആ ഒരു സ്ഫിയറിന്റെ 3 ഡയമെൻഷനിലായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ ഒരു സ്ഫിയറിന്റെ സെന്റർ അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൃത്യം നടുക്ക് ഭാഗം നമ്മുടെ ഒറിജിനിലാണ് നിൽക്കുന്നത് എന്ന് സങ്കല്പിച്ചാൽ, ആ രീതിയിൽ സങ്കല്പിച്ചാൽ അതിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഏത് ആംഗിളിൽ നോക്കിയാലും അതിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ് a ആയിട്ട് എടുക്കുവാണെങ്കിൽ 0 മുതൽ a വരെ ആയിരിക്കും. അതായത് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 മുതൽ a വരെയാണ്, 0 to a. നമ്മുടെ പ്രോബ്ലത്തിനനുസരിച്ച് ഈ ലിമിറ്റിനൊന്നും വലിയ പ്രസക്തിയില്ല, എങ്കിലും ഒരു പോയിന്റിന് വേണ്ടി മാത്രം ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് സങ്കല്പിക്കണം. ഈ ലിമിറ്റിന് വലിയ പ്രസക്തിയില്ല എങ്കിലും നമ്മൾ 0 to a എന്ന് ലിമിറ്റ് കൊടുക്കുന്നു. പ്രോബ്ലം ചെയ്തു വരുന്നതിൽ അതിന് വലിയ പ്രസക്തിയില്ല. പക്ഷേ
ഇത് കോർഡിനേറ്റ് ആക്സിസിലാണ് നിൽക്കുന്നത്, അതായത് ഒറിജിനിലൂടെ പാസ് ചെയ്താണ് ഇത് നിൽക്കുന്നത് എന്നുള്ള പോയിന്റ് നമുക്ക് പിന്നീട് ഇമ്പോർട്ടന്റ് ആണ്. അതിനുവേണ്ടി ഈ ഒരു ഫിഗർ നമ്മുടെ മനസ്സിൽ വേണം. സോ ഇന്റഗ്രൽ 0 to a, വോളിയം കിട്ടുന്നത് നമ്മൾ ഏരിയയെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെ. സോ ഇപ്പൊ ഏരിയയുടെ ഫോർമുല എന്താണ്? പൈ വൈ സ്ക്വയർ dx. സോ ഇന്റഗ്രൽ 0 to a പൈ വൈ സ്ക്വയർ dx. പൈ ആർ സ്ക്വയർ സർക്കിളിന്റെ ഏരിയ ആണെന്ന് അറിയാം. അത് 3 ഡയമെൻഷനായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് സ്പെറിക്കൽ സർഫസ് കിട്ടുന്നു. സോ ആ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് സ്ഫിയർ ഫോം ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് എന്തിന്റെ ഫോർമുല എഴുതണം? സർഫസ് ഏരിയയുടെ ഫോർമുല എഴുതണം. സർഫസ് ഏരിയ ഈസ് ഓൾസോ കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ഇന്റഗ്രേഷൻ. സർഫസ് ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് I is equal to ഇന്റഗ്രൽ 0 to a. നമുക്കറിയാം പെരിമീറ്റർ, അതിന്റെ ഒരു പെരിമീട്രിക്കൽ സർഫസ് ഉണ്ട്, പെരിമെട്രിക് സർഫസ് ഉണ്ട്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് സർക്കിൾ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2πr ആണ്. അപ്പൊ ഈ കേസിൽ എന്ത് വരും? 2πy വരും. 2πy ഇൻറ്റു, അല്ലാത്ത രീതിയിൽ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു. പെരിമീറ്ററിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 1 + y² ആണ് നമുക്കറിയാം. 1 + y². അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെ സർഫസ് ഏരിയയുടെ ഫോർമുല ആയിട്ട് വരുന്നത്. That line integral is converted to surface integral by taking integration. Before considering that line integral, we needed to multiply perimeter, two kinds of perimeter. In this case, the perimeter of the circular portion is considered as 2πy, and general equation of the perimeter is root 1 + y² times dx. So ഇന്റഗ്രൽ 0 to a 2πy root 1 + y² dx. ഈ രണ്ട് ഇക്വേഷൻ ആണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് ഇക്വേഷൻ ഓർത്തിരിക്കുക. 0 to a പൈ y² dx ആണ് വോളിയത്തിന്റെ ഫോർമുല. 0 to a 2πy into root 1 + y² ആണ് എന്തിന്റെ ഫോർമുല? സർഫസ് ഏരിയയുടെ ഫോർമുല. സോ ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ നമ്മുടെ f of x y y' എന്ന് പറയുന്നത് എന്താണ്? പൈ y² ആണ്. സെക്കൻഡ് ഇക്വേഷനിൽ g of x y y' എന്ന് പറയുന്നത് എന്താണ്? 2πy into root 1 + y². 2πy into root 1 + y². സോ ദിസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്, കാരണം ഫിക്സഡ് ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ h എന്ന് പറയുന്നത് എന്താണ്? f + λg അല്ലെ. f + λg. സോ ജിയും ലാംഡയും എഫും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പൈ y². സോ h is equal to പൈ y² പ്ലസ് ലാംഡ ഇൻറ്റു ജിക്ക് പകരം 2πy ഇൻറ്റു റൂട്ട് 1 + y² നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഓയിലേഴ്സ് ഫോർമുല. ഇവിടെ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ഫോർമുല എന്ന് പറയുന്നത്? h - y' ഇൻറ്റു ∂h / ∂y' ഈക്വൽ ടു 0. സോ എച്ചിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പൈ y² പ്ലസ് ലാംഡ ഇൻറ്റു 2πy ഇൻറ്റു റൂട്ട് 1 + y² മൈനസ് y' ഇൻറ്റു ∂h / ∂y'. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് h വിത്ത് റെസ്പെക്ട് ടു എന്താണ്? y'. സോ ഫസ്റ്റ് ടേം 0 ആയി പോകും. ബാക്കി 2π ലാംഡ y ഇൻറ്റു റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് 1 + y² ഇൻറ്റു 1ന്റെ ഡെറിവേറ്റീവ് 0, y² ന്റെ ഡെറിവേറ്റീവ് 2y' ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്, c അല്ല കേട്ടോ. c 0 ആകും സിൻസ് ദ സ്ഫിയർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഒറിജിൻ. നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്ത പോലെ. അത് നമുക്ക് പിന്നീട് പറയാം. സോ പൈ y² പ്ലസ് 2π ലാംഡ എന്നെടുക്കാം. 2π ലാംഡ y ഇൻറ്റു റൂട്ട് 1 + y² മൈനസ് 2π ലാംഡ y ഇൻറ്റു y' ഒരു 2 കട്ടായി പോകും. y² ഡിവൈഡഡ് ബൈ റൂട്ട് 1 + y² ഈക്വൽ ടു c. സോ പൈ y², ഈ രണ്ട് ടേംസിൽ നിന്നും 2π ലാംഡ y കോൺസ്റ്റന്റ് എടുക്കാം, സോറി കോമൺ ആയിട്ട് എടുക്കാം. 2π ലാംഡ y കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി റൂട്ട് 1 + y² മൈനസ് y² ഡിവൈഡഡ് ബൈ റൂട്ട്
1 plus y dot square equal to c. So that is pi y square plus 2 pi lambda y into ഇവിടെ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ റൂട്ട് 1 പ്ലസ് വൈ ഡാറ്റ് സ്ക്വയർ ഇൻറ്റു റൂട്ട് 1 പ്ലസ് വൈ ഡാറ്റ് സ്ക്വയർ വെറും 1 പ്ലസ് വൈ ഡാറ്റ് സ്ക്വയർ. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് വൈ ഡാറ്റ് സ്ക്വയർ ഉണ്ട്. ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് വൈ ഡാറ്റ് സ്ക്വയർ ഈക്വൽ ടു സി. വൈ ഡാറ്റ് സ്ക്വയർ ക്യാൻസൽ. സോ പൈ വൈ സ്ക്വയർ പ്ലസ് 2 പൈ ലാംഡ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് വൈ ഡാറ്റ് സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? സി. സോ അപ്പൊ നമ്മൾ ലാസ്റ്റ് എത്തി നിന്ന ഇക്വേഷൻ ആണ് പൈ വൈ സ്ക്വയർ പ്ലസ് 2 പൈ ലാംഡ വൈ ബൈ റൂട്ട് 1 പ്ലസ് വൈ ഡാറ്റ് സ്ക്വയർ ഈക്വൽ ടു സി. ഇതാണ് നമ്മൾ ലാസ്റ്റ് എത്തി നിന്ന ഇക്വേഷൻ. സോ അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് ഞാൻ ഫസ്റ്റിലെ സങ്കല്പിക്കാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ഫിയർ നിൽക്കുന്നത് ഒറിജിനിലാണ് സെന്റർ വരുന്നത്. സോ അത് കോർഡിനേറ്റ് ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിക്ക് പകരം നമുക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So since the sphere passes through origin or since the curve passes through origin നമുക്ക് ഈ c ക്ക് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പൈ വൈ സ്ക്വയർ പ്ലസ് 2 പൈ ലാംഡ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് വൈ ഡാറ്റ് സ്ക്വയർ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ രണ്ട് ടേംസിൽ നമുക്ക് എന്ത് പുറത്തെടുക്കാം? പൈ വൈ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാം. പൈ വൈ പുറത്തെടുത്താൽ ബാക്കി 1 പ്ലസ് 2 ലാംഡ ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് y ഡാറ്റ് സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 0. പൈക്ക് 0 ആകാൻ പറ്റത്തില്ല കാരണം 3.14 ആണ്. വൈക്ക് 0 ആകാൻ പറ്റത്തില്ല കാരണം y 0 ആയാൽ ക്വസ്റ്റ്യന് നിലനിൽപ്പില്ല. പിന്നെ ബാക്കി വരുന്ന ഈ ടേം 0 ആയേ പറ്റത്തുള്ളൂ. അതായത് y പ്ലസ് 2 ലാംഡ ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് y ഡാറ്റ് സ്ക്വയർ 0 ആയേ പറ്റത്തുള്ളൂ. അവിടുന്ന് y ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് 2 ലാംഡ ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് y ഡാറ്റ് സ്ക്വയർ. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത y സ്ക്വയർ ഈക്വൽ ടു 4 ലാംഡ സ്ക്വയർ ബൈ 1 പ്ലസ് വൈ ഡാറ്റ് സ്ക്വയർ കിട്ടും. സോ 1 പ്ലസ് വൈ ഡാറ്റ് സ്ക്വയർ ലെഫ്റ്റിലോട്ടും y സ്ക്വയർ താഴോട്ടും എടുത്താൽ 4 ലാംഡ സ്ക്വയർ ബൈ y സ്ക്വയർ കിട്ടും. ഈ 1 പ്ലസ് വൈ ഡാറ്റ് സ്ക്വയർ കൊണ്ടെടുത്ത് y സ്ക്വയർ താഴോട്ട് എടുത്തു. സോ അവിടുന്ന് വൈ ഡാറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 4 ലാംഡ സ്ക്വയർ ബൈ y സ്ക്വയർ പ്ലസ് 1 അപ്പുറത്ത് പോയാൽ മൈനസ് 1. സോ വൈ ഡാറ്റ് സ്ക്വയർ ഈക്വൽ ടു 4 ലാംഡ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ. അവിടുന്ന് ഈ വൈ ഡാഷ് സ്ക്വയർ ആണിത്, നമുക്ക് വൈ ഡാഷ് മാത്രം മതി. ഇത് അപ്പുറത്ത് പോയി റൂട്ട് ആവും. റൂട്ട് 4 ലാംഡ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ എന്ന് മാത്രമാവും. എന്തുകൊണ്ട് വൈ മാത്രം വന്നേ? വൈ സ്ക്വയറിന്റെ റൂട്ട് ആണ് എന്ത്? വൈ. സോ വൈ ഡാഷ് കിട്ടി. വൈ ഡാഷ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, ഡി വൈ ബൈ ഡി എക്സ് ആണെന്ന് നമുക്കറിയാലോ. സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 4 ലാംഡ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ എന്ന് കിട്ടും. സോ വൈ ഉള്ള ഇതൊരു വേരിയബിൾ സെപ്പറബിൾ ടൈപ്പ് ഫോർമാറ്റിലാണ് വന്ന് നിൽക്കുന്നത്. സോ വൈ ഉള്ളവരെല്ലാം ഒരുമിച്ചും എക്സ് ഉള്ളവരെല്ലാം ഒരുമിച്ചും ആക്കണം. അതിനുവേണ്ടി ബൈ വൈ അങ്ങോട്ട് എടുത്തു. റൂട്ട് 4 ലാംഡ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ താഴോട്ട് എടുത്തു. ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് അങ്ങോട്ട് പോയി ഇൻറ്റു ഡി എക്സ് ആയി. വൈ എല്ലാം ഒരു സൈഡിലും എക്സ് എല്ലാം ഒരു സൈഡിലും ആയി. ദെൻ ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഫസ്റ്റിലത്തെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. 4 ലാംഡ സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് പകരം k എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫ്രം ദിസ് ഇക്വേഷൻ ഡിഫറൻഷിയേറ്റിംഗ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു y. അപ്പോൾ എന്ത് വരും? ഡി കെ ബൈ ഡി വൈ എന്ന് പറയുന്നത് 4 ലാംഡ സ്ക്വയറിന്റെ 0 മൈനസ് 2y എന്ന് വരും. സോ മൈനസ് 2y dy എന്ന് പറയുന്നത് ഡി കെ എന്ന് കിട്ടും. സോ അവിടുന്ന് നമുക്ക് വേണ്ടത് y dy മാത്രം മതി അല്ലെ? y dy മാത്രം മതി. y dy എന്ന് പറയുന്നത് മൈനസ് ഡി കെ ബൈ 2 എന്ന് കിട്ടും. ഈ പ്ലസ് 2 അപ്പുറത്ത് ഈ ഇൻറ്റു 2 ഇപ്പുറത്ത് വന്ന് ബൈ 2 ആയി, പ്ലസ് അപ്പുറത്ത് പോയി മൈനസ് ആയി. സോ അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ y dy ക്ക് പകരം മൈനസ് ഡി കെ ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കി 1 ബൈ റൂട്ട് 4 ലാംഡ സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് പകരം k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു ഇന്റഗ്രൽ x എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ് പ്ലസ് c. സോ മൈനസ് 1 ബൈ 2 കോൺസ്റ്റന്റ് ഇന്റഗ്രൽ ഡി കെ ബൈ റൂട്ട് കെ എന്ന് വരും. ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ ഡി കെ ബൈ റൂട്ട് കെ എന്ന് പറയുന്നത് കെയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു k1 അല്ലേ? അത് മുകളിൽ കിടപ്പുണ്ടല്ലോ. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റൂട്ടും ഉണ്ടെങ്കിൽ ആൻസർ 2 ഇൻറ്റു ഡിനോമിനേറ്റർ ആയിരിക്കും. സോ മൈനസ് 1 ബൈ 2 അല്ലെങ്കിൽ റൂട്ട് കെക്ക് പകരം എക്സ് റേസ് ടു 1 ബൈ 2 ആക്കി, എക്സ് റേസ് ടു മൈനസ് 1 ബൈ 2 ആക്കി, എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 മൈനസ് 1 ബൈ 2 പ്ലസ് 1 ബൈ മൈനസ് 1 ബൈ 2 പ്ലസ് 1 വഴി ചെയ്ത് കിട്ടുന്ന ആൻസറും 2 ഇൻറ്റു റൂട്ട് കെ തന്നെ ആയിരിക്കും.
അല്ലാതെ തന്നെ ഒരു എളുപ്പവഴി കെയുടെ ഡെറിവേറ്റീവ് 1 ആണ്, അത് മുകളിൽ കിടപ്പുണ്ട്, ഡിനോമിനേറ്ററും റൂട്ടും ഉണ്ടെങ്കിൽ ആൻസർ 2 ഇൻറ്റു ഡിനോമിനേറ്റർ വാട്ട് എവർ ഇറ്റ് ഈസ് ദ ഡിനോമിനേറ്റർ ഈക്വൽ ടു എക്സ് പ്ലസ് സി. 2 കട്ടായാൽ എക്സ് പ്ലസ് സിക്ക് പകരം എനിക്ക് എന്ത് കിട്ടും? മൈനസ് റൂട്ട് കെ എന്ന് കിട്ടും അല്ലെ. അതായത് മൈനസ് റൂട്ട് കെ ഈക്വൽ ടു മൈനസ് റൂട്ട് കെ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. എക്സ് പ്ലസ് സിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസിന്റെ സ്ക്വയർ പ്ലസ് റൂട്ട് കെയുടെ സ്ക്വയർ വെറും കെ. സോ എക്സ് പ്ലസ് സിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? കെ. എക്സ് പ്ലസ് സിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? കെ. സോ ഈ കെക്ക് പകരം തിരിച്ച് എനിക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ ഒരു ഇക്വേഷനിൽ നിന്നും കെക്ക് പകരം 4 ലാംഡ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അപ്പൊ എന്ത് കിട്ടും? എക്സ് പ്ലസ് സിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ലാംഡ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അതിപ്പുറത്ത് വരുമ്പോൾ എക്സ് പ്ലസ് സി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 ലാംഡ സ്ക്വയർ. സോ ദിസ് ഈസ് എ സർക്കിൾ. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സർക്കിൾ ആണ് എന്നുകൂടി എഴുതി വേണം നിർത്താൻ. അതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ. സോ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ, ദ ജോയിന്റ് PDF of two random variables is given by f of xy is equal to c into 1 plus xy, 0 less than x less than or equal to 6, 0 less than or equal to y less than or equal to 5 and 0 else. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? c യുടെ വാല്യൂ അഥവാ c യുടെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, നമുക്ക് തന്നിട്ടുള്ളത് ഒരു ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. സിംപ്ലി ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ സമ്മേഷൻ അല്ലെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. അത് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം ഒരു റാൻഡം എക്സ്പെരിമെന്റിലെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. സോ അതായത് ഇവിടെ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ എക്സ് ഇന്റഗ്രൽ വൈ എഫ് ഓഫ് എക്സ് വൈ, ഇവിടെ y ആയതുകൊണ്ട് ഇവിടെ dy കൊടുക്കണം. dx is equal to എന്താണ്? 1. So integral over x integral over y f of xy dy dx എന്തായിരിക്കും? 1. This is the equation, this is the condition. Joint probability density functionൽ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഇന്റഗ്രൽ x എന്ന് പറഞ്ഞാൽ x ന്റെ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 6 വരെയാണ് x ന്റെ ലിമിറ്റ്. ഇന്റഗ്രൽ y യുടെ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 5 വരെ. 0 മുതൽ 6ലും 0 മുതൽ 5ലും മാത്രമേ നമുക്ക് ഉത്തരമുള്ളൂ. ആ ഉള്ള ഉത്തരം എന്താണ്? c into 1 plus xy. Here f of xy is c into 1 plus xy dy dx is equal to എന്താണ്? 1. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ dy ആണെങ്കിൽ ഇവിടെ y യുടെ ലിമിറ്റ് ആയിരിക്കണം, ഇവിടെ dx ആണെങ്കിൽ ഇവിടെ x ന്റെ ലിമിറ്റ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇവിടെ dy ആണ്, അതുകൊണ്ട് തന്നെ y യുടെ ലിമിറ്റ് ആയിട്ടുള്ള 0 to 5 ആണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. c കോൺസ്റ്റന്റ് ആണ്, പുറത്തു വന്നു. ഇന്റഗ്രൽ 0 to 6, 1 ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുന്നത് y ആണ്, ലിമിറ്റ് 0 മുതൽ 6 വരെ, പ്ലസ് x കോൺസ്റ്റന്റ്, y യുടെ ഇന്റഗ്രൽ എന്താണ്? y സ്ക്വയർ ബൈ 2, ലിമിറ്റ് 0 മുതൽ 5 വരെയാണ് കേട്ടോ. 0 മുതൽ 5 വരെ. dx is equal to എന്താണ്? 1. സോ this is equal to c into integral 0 to 6. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അതായത് 5 മൈനസ് 0 എന്ന് പറയുന്നത് 5 ആണ്, പ്ലസ് x ഇൻറ്റു 5 സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് എന്തോരും? 25 ഡിവൈഡഡ് ബൈ 2. dx is equal to എന്താണ്? 1. കാരണം ലോവർ ലിമിറ്റ് ഓൾറെഡി 0 ആണ്. സോ c ഇൻറ്റു ഇന്റഗ്രൽ 0 to 6 5 പ്ലസ് 25 ബൈ 2 കോൺസ്റ്റന്റ് ആണ്, കൂട്ടത്തിൽ x ഉണ്ട്. dx is equal to എന്താണ്? 1. So this implies c into, ഇവിടെ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. 5നെ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉത്തരം എന്താണ്? 5x ലിമിറ്റ് 0 മുതൽ 6 വരെ, പ്ലസ് 25 ബൈ 2 കോൺസ്റ്റന്റ് ആണ്, മാറ്റി നിർത്തി. x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x സ്ക്വയർ ബൈ 2, ലിമിറ്റ് 0 മുതൽ 6 വരെയാണ്, is equal to എന്താണ്? 1. സോ ഇനി എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യുക, c കണ്ടുപിടിക്കുക. അതായത് ദിസ് ഇംപ്ലൈസ് c ഇൻറ്റു അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 6 വരും, പ്ലസ് 25 ബൈ 2 ഇൻറ്റു ഇവിടെ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 6 സ്ക്വയർ, 6 സ്ക്വയർ ഈസ് 36, 36 ബൈ 2 എത്രയാണ്? 18, is equal to എന്താണ്? 1. സോ ദിസ് ഇംപ്ലൈസ് c ഇൻറ്റു IR എത്രയാണ്? 30, പ്ലസ് ഇവിടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും 9 ഇൻറ്റു 25, 9 5 45 5 ശിഷ്ടം 4, 18 4 22 അല്ലെ. 9 5 45 ഇഷ്ടം 4, 9 18 4 22 is equal to എന്താണ്? 1. സോ ദിസ് ഇംപ്ലൈസ് c ഇൻറ്റു 30 പ്ലസ് 225 എന്ന് പറയുന്നത് എത്ര വരും? 255.
255 is equal to 1. So C into 255 equal to 1. അവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? C കിട്ടും. C is equal to ഈ 255 അപ്പുറത്തോട്ട് ഡിവൈഡ് ചെയ്താൽ മതി 1/255. So the C എന്ന് പറയുന്നത് എന്താണ്? 1/255. So find C എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? 1/255 ആണ് നമ്മുടെ ഉത്തരം. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f of x given 3, അതായത് പ്രോബബിലിറ്റി ഓഫ് x given 3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f of x given 3 ആണ്. അതായത് f of x given 3 എന്ന് പറഞ്ഞാൽ സിംപ്ലി അതിന്റെ അർത്ഥം f of x given y equal to 3 എന്നാണ് അതിന്റെ മീനിങ്. ഇപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ആണ് നമുക്കറിയാം. സോ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. ഇന്റർസെക്ഷൻ ഇൻ ദ കേസ് ഓഫ് സിംഗിൾ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ജോയിന്റ് പ്രോബിലിറ്റി ആയതുകൊണ്ട് പി ഓഫ് എ കോമ ബി എന്ന് വരും. സോ ഇവിടെ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ എഫ് വൈ ഓഫ് 3 എന്ന് വരും. എഫ് വൈ ഓഫ് 3. ജോയിന്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനകത്ത് നമ്മൾ ഇൻഡിപെൻഡൻസി ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഐ ഓഫ് വൈ ആണെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ള റിലേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എഫ് വൈ ഓഫ് വൈ ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. എഫ് വൈ ഓഫ് വൈ എന്ന് പറയുന്നത് ഇന്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ്, എക്സിന്റെ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 6 വരെയാണ് എക്സിന്റെ ലിമിറ്റ്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് സി ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ ഡി എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സി കോൺസ്റ്റന്റ് ആണ്, 1 ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ലിമിറ്റ് 0 മുതൽ 6 വരെ. y കോൺസ്റ്റന്റ് ആണ്, x ഇൻറ്റു ഇന്റഗ്രൽ x സ്ക്വയർ ബൈ 2 ലിമിറ്റ് 0 മുതൽ 6 വരെ. സോ ദിസ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 6, ലോവർ ലിമിറ്റ് 0 ആണ്. ഇവിടെ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 6 സ്ക്വയർ 36 ബൈ 2 എന്ന് പറയുന്നത് 18. സോ 18y. c എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചു 1/255 ആണ്. സോ 1/255 ഇൻറ്റു 6 പ്ലസ് 18y ആണ് എന്തെന്ന് പറയുന്നത്? എഫ് ഐ ഓഫ് വൈ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എഫ് ഐ ഓഫ് 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് വൈക്ക് പകരം നമ്മൾ ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എഫ് വൈ ഓഫ് 3 is equal to 1/255 ഇൻറ്റു 6 പ്ലസ് 18 ഇൻറ്റു എന്താണ്? 3. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/255 ഇൻറ്റു 6 പ്ലസ് 18 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്ര വരും? 8 8 16 324 4 6 2 3 2 5. സോ ദിസ് ഈസ് ഈക്വൽ ടു 54 പ്ലസ് 6 60 ഡിവൈഡഡ് ബൈ 255. 60/255 ആണ് എന്തെന്ന് പറയുന്നത്? എഫ് ഐ ഓഫ് 3 എന്ന് പറയുന്നത്. സോ ഡിനോമിനേറ്ററിൽ കൊടുക്കാനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി ന്യൂമറേറ്ററിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ. എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 3, അതായത് എഫ് ഓഫ് എക്സ് വൈ നമ്മുടെ കയ്യിലുണ്ട്, സി ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ ആണ്. അതിനകത്ത് വൈക്ക് 3 കൊടുത്താൽ മതി, എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 3 കിട്ടും. അതായത് സി ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു വൈക്ക് പകരം 3 കൊടുക്കണം. സോ ദിസ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു 1 പ്ലസ് 3x. സോ ദിസ് ഈസ് ഈക്വൽ ടു സിക്ക് പകരം ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടുപിടിച്ച ഉത്തരം 1/255 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1/255 ഇൻറ്റു 1 പ്ലസ് 3x. സോ ഇപ്പൊ 2 ഉത്തരങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് ഡിവൈഡ് ചെയ്യുക എന്നത് മാത്രം ഇനി ചെയ്താൽ മതി. സോ എഫ് ഓഫ് എക്സ് ഗിവൺ 3 is equal to എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 3. എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 3 എന്താണ്? 1/255 ഇൻറ്റു 1 പ്ലസ് 3x ഡിവൈഡഡ് ബൈ എഫ് വൈ ഓഫ് 3. എഫ് വൈ ഓഫ് 3 എന്ന് പറയുന്നത് എന്താണ്? 60 ഡിവൈഡഡ് ബൈ 255. 255 ക്യാൻസൽ ആയി പോകും. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1 പ്ലസ് 3x ഡിവൈഡഡ് ബൈ 60. സോ എഫ് ഓഫ് എക്സ് ഗിവൺ 3 എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് 3x ഡിവൈഡഡ് ബൈ 60 ആണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഉത്തരം. സോ ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ചെക്ക് 2 minus 5 3 can be expressed as the linear combination of v1 equal to 1 minus 3 2, v2 is equal to 2 minus 4 minus 1 and v3 is equal to 1 minus 5 7. v1നെയും v2നെയും v3യുടെയും നമുക്ക് തന്നിട്ടുള്ള വെക്ടറിന്റെ അതിനെ നമുക്ക് v എന്ന് വിളിക്കാം. അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ
ആൽഫ 1, ആൽഫ 2, ആൽഫ 3 എന്ന് പറയുന്ന 3 സ്കെയിലേഴ്സിന്റെ പ്രോഡക്റ്റിന്റെ സം ആയിട്ട് നമുക്ക് ഇവരെ എഴുതാൻ പറ്റണം. അതായത് സിംപ്ലി ആ തന്നിട്ടുള്ള ആളെ വി എന്ന് വിളിച്ചാൽ ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 പ്ലസ് ആൽഫ 3 v3 എന്ന് നമുക്ക് എഴുതാൻ പറ്റണം. ആൽഫ 1, ആൽഫ 2, ആൽഫ 3 റിയൽ ആയിരിക്കണം. സോ റിയൽ ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആയിട്ടുള്ള ആൽഫ 1, ആൽഫ 2, ആൽഫ 3 നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഈ കണ്ടീഷനിൽ നിന്ന് കിട്ടുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് യുണീക് സൊല്യൂഷൻ കിട്ടുന്നുണ്ട് എങ്കിൽ മാത്രം നമുക്ക് പറയാൻ പറ്റും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന്. സോ യുണീക് സൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. അതായത് ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് തെളിയിച്ചാൽ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എഴുതാൻ പറ്റുമോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. സോ v എന്ന് പറഞ്ഞത് തന്നിട്ടുള്ള വെക്ടർ ദാറ്റ് ഈസ് 2 മൈനസ് 5 3 ഇസ് ഈക്വൽ ടു ആൽഫ 1 ഇൻറ്റു v1 എന്ന് പറയുന്നത് 1 മൈനസ് 3 2 പ്ലസ് ആൽഫ 2 ഇൻറ്റു v2 എന്ന് പറയുന്നത് 2 മൈനസ് 4 മൈനസ് 1 പ്ലസ് ആൽഫ 3 ഇൻറ്റു v3 എന്ന് പറയുന്നത് 1 മൈനസ് 5 7. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആൽഫ 1 പ്ലസ് 2 ആൽഫ 2 പ്ലസ് ആൽഫ 3 ഇസ് ഈക്വൽ ടു 2 എന്നുള്ള ഇക്വേഷൻ കിട്ടും. മൈനസ് 3 ആൽഫ 1 മൈനസ് 4 ആൽഫ 2 മൈനസ് 5 ആൽഫ 3 ഇസ് ഈക്വൽ ടു മൈനസ് 5 എന്നുള്ള ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ആൻഡ് 2 ആൽഫ 1 മൈനസ് ആൽഫ 2 പ്ലസ് 7 ആൽഫ 3 ഇസ് ഈക്വൽ ടു 3 എന്നുള്ള ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. സോ ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കാണിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് സോ ഇക്വേഷൻ നമ്പർ 1 ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു 3 പ്ലസ് എന്നിട്ട് ഞാൻ അതിന്റെ കൂടെ ഇക്വേഷൻ നമ്പർ 2 ആഡ് ചെയ്യുന്നു. അന്നേരം എനിക്ക് എന്താണ് കിട്ടുന്നത് എന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഇക്വേഷൻ നമ്പർ 1 ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ആൽഫ 1 പ്ലസ് 6 ആൽഫ 2 പ്ലസ് 3 ആൽഫ 3 എന്ന് കിട്ടും. ദെൻ അതിന്റെ കൂടെ ഇക്വേഷൻ നമ്പർ 2 ആഡ് ചെയ്യുന്നു. സോ 2 ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 3 ആൽഫ 1 മൈനസ് 4 ആൽഫ 2 മൈനസ് 5 ആൽഫ 3 ഇസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1 ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ റൈറ്റ് സൈഡിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 3 6 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് മൈനസ് 5. സോ പ്ലസ് 3 ആൽഫ 1 മൈനസ് 3 ആൽഫ 1 ക്യാൻസൽ ആയി. 6 ആൽഫ 2 ന്ന് 4 ആൽഫ 2 പോയാൽ ബാക്കി 2 ആൽഫ 2. 3 ആൽഫ 3 നിന്നും 5 ആൽഫ 3 പോയാൽ ബാക്കി മൈനസ് 2 ആൽഫ 3 ഈക്വൽ ടു 6 നിന്നും 5 പോയാൽ 1. സോ അതായത് ഇവിടെ നിന്ന് കിട്ടും 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ആൽഫ 2 മൈനസ് ആൽഫ 3 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദിസ് ഇംപ്ലൈസ് ആൽഫ 2 മൈനസ് ആൽഫ 3 ഇസ് ഈക്വൽ ടു 1/2. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 4. ഈ ഒരു അസംഷൻ അല്ലെങ്കിൽ ഈ ഒരു കൺക്ലൂഷൻ ആണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഇനി ഒരു ഓപ്പറേഷൻ കൂടെ ഞാൻ ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 1 ഞാൻ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻ നമ്പർ 3 അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 ആൽഫ 1 -4 ആൽഫ 2 -2 ആൽഫ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 3 റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ 2 ആൽഫ 1 ആൽഫ 2 പ്ലസ് 7 ആൽഫ 3 ഇസ് ഈക്വൽ ടു 1 റൈറ്റ് സൈഡിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 പ്ലസ് ഇക്വേഷൻ നമ്പർ 3 റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ +3. സോ -2 ആൽഫ 1 +2 ആൽഫ 1 ക്യാൻസൽ ആയി പോയി. -4 ആൽഫ 2 ആൽഫ 2 എന്ന് പറയുന്നത് -5 ആൽഫ 2 ആണ്. -2 ആൽഫ 3 +7 ആൽഫ 3 എന്ന് പറയുന്നത് +5 ആൽഫ 3 ആണ്. ഈക്വൽ ടു -4 + 1 എന്ന് പറയുന്നത് -1 ആണ്. സോ നെഗറ്റീവ് മാറ്റണം എന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദിസ് ഇംപ്ലൈസ് 5 ആൽഫ 2 -5 ആൽഫ 3 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓരോ ടേമിന്റെയും സൈൻ മാറ്റി പ്ലസ് ആൽഫ 2 ആൽഫ 5 ആൽഫ 2 +5 ആൽഫ 2 ആക്കി +5 ആൽഫ 3 -5 ആൽഫ 3 ആക്കി ഈക്വൽ ടു +1 ആക്കി എന്ത് -1. സോ -1 +1 ആക്കി. സോ ഓരോ ടേമിന്റെയും സൈൻ മാറ്റി, അതായത് -1 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ നിന്നും എനിക്ക് എന്ത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം? 5 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 5 into ആൽഫ 2 ആൽഫ 3 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അവിടുന്ന് എനിക്ക് എന്ത് കിട്ടും? സോ ദിസ് ഇംപ്ലൈസ് ആൽഫ 2 ആൽഫ 3 is equal to
1/5 ഇക്വേഷൻ നമ്പർ 5. ഇനി ഇക്വേഷൻ നമ്പർ 4ഉം ഇക്വേഷൻ നമ്പർ 5ഉം നോക്കുക. alpha 2 minus alpha 3 is 1/2 from equation number 4. alpha 2 minus alpha 3 is 1/5 from equation number 5. ഇത് രണ്ടിനും ഒരേ സമയത്ത് ഒരിക്കലും നിലനിൽപ്പില്ല. കാരണം ആൽഫ 2ൽ നിന്ന് ആൽഫ 3 കുറച്ചാൽ 1/2ഉം ആൽഫ 2ൽ നിന്ന് ആൽഫ 3 കുറച്ചാൽ 1/5ഉം വ്യത്യസ്തമായ ഉത്തരം ഒരേ ഓപ്പറേഷന് ഒരിക്കലും കിട്ടത്തില്ല. LHS സെയിം ആണ്, പക്ഷെ RHS സെയിം അല്ല. From equation number 4 and 5, clearly we can say that the system of equation has no solution. Hence, V cannot be expressed as the linear combination of V1, V2 and V3. അതായത് തന്നിട്ടുള്ള V ആയിട്ടുള്ള 2 - 3 എന്ന് പറയുന്നത് V1ന്റെയും V2ന്റെയും V3യുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല എന്നതാണ് ഇതിന്റെ ഉത്തരം. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.